ലോക്സഭാ സ്പീക്കർക്ക് പ്രത്യേക സത്യപ്രതിജ്ഞയുണ്ടോ? ഇല്ല, ലോക്സഭാ സ്പീക്കർക്ക് പ്രത്യേക സത്യപ്രതിജ്ഞയില്ല. ലോക്സഭാ സ്പീക്കർക്ക് സ്പീക്കർ എന്ന നിലയിൽ പ്രത്യേക സത്യപ്രതിജ്ഞ ആവശ്യമില്ല. സ്പീക്കറാകുന്നതിനു മുൻപ് അദ്ദേഹം ഒരു സാധാരണ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് എംപിയുടെ സത്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ടാകും. സ്പീക്കർ എന്ന നിലയിൽ പ്രത്യേക സത്യപ്രതിജ്ഞ ഇല്ലാത്തത് ഇന്ത്യൻ പാർലമെന്ററി സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. രാജ്യസഭയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം അവയുടെ ജനസംഖ്യാനുപാതികമായാണ്. രാജ്യസഭ സംസ്ഥാനങ്ങളുടെ പ്രതിനിധിസഭയാണ്. ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഇന്ത്യൻ ഫെഡറൽ ഘടനയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണോ? ആണെങ്കിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത്? അതെ, രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഭരണഘടനയുടെ 83(1) അനുച്ഛേദമനുസരിച്ച് ഇതിനെ പിരിച്ചുവിടാൻ കഴിയില്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ വിരമിക്കുകയും പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിനാൽ ഇത് തുടർച്ചയായി നിലനിൽക്കുന്നു. ഇത് ഭരണഘടനയുടെ അനുച്ഛേദം 83(1) വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഒരു ധനകാര്യ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിയുമോ? ഇല്ല, ഒരു ധനകാര്യ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അത് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ. ധനകാര്യ ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ. ലോക്സഭ പാസ്സാക്കിയ ശേഷം ധനകാര്യ ബിൽ രാജ്യസഭയിലേക്ക് അയക്കും. രാജ്യസഭയ്ക്ക് 14 ദിവസത്തിനുള്ളിൽ ബിൽ ശുപാർശകളോടെയോ അല്ലാതെയോ തിരിച്ചേക്കാം. എന്നാൽ ലോക്സഭയ്ക്ക് ആ ശുപാർശകൾ അംഗീകരിക്കുകയോ തള്ളുകയോ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒരു പാർലമെന്റ് അംഗത്തിന്റെ എംപി അഭാവം കാരണം എപ്പോഴാണ് സീറ്റ് ഒഴിഞ്ഞതായി പ്രഖ്യാപിക്കാൻ കഴിയുന്നത്? അനുമതിയില്ലാതെ തുടർച്ചയായി 2 മാസത്തോളം സഭയുടെ എല്ലാ യോഗങ്ങളിൽ നിന്നും ഒരു എംപി വിട്ടുനിന്നാൽ ആ സീറ്റ് ഒഴിഞ്ഞതായി പ്രഖ്യാപിക്കാം. പാർലമെന്റ് അംഗങ്ങളുടെ ഹാജർ ഉറപ്പാക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണിത്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടപടിക്രമങ്ങൾ സംബന്ധിച്ച നിയമങ്ങളിലാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എംപിയുടെ ഉത്തരവാദിത്തവും സഭയുടെ കാര്യക്ഷമമായ പ്രവർത്തനവും ഇത് ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പാർലമെന്റ് നടപടികളിൽ അന്വേഷണം നടത്തുന്നത് കോടതികളെ വിലക്കുന്നത്? ഭരണഘടനയുടെ 122 അനുച്ഛേദമാണ് പാർലമെന്റ് നടപടികളിൽ അന്വേഷണം നടത്തുന്നത് കോടതികളെ വിലക്കുന്നത്. ഈ അനുച്ഛേദം പാർലമെന്റിന്റെയും ജുഡീഷ്യറിയുടെയും അധികാരങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഒരു പ്രധാന വ്യവസ്ഥയാണ്. പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽ ജുഡീഷ്യറിയുടെ അമിതമായ ഇടപെടലുകൾ തടയുന്നതിനും നിയമനിർമ്മാണ സഭയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിന് വ്യവസ്ഥ ചെയ്യുന്നത്? ഭരണഘടനയുടെ 108 അനുച്ഛേദമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിന് വ്യവസ്ഥ ചെയ്യുന്നത്. ഒരു ബിൽ സംബന്ധിച്ച് ഇരുസഭകൾക്കുമിടയിൽ ഒരു തർക്കമുണ്ടാകുമ്പോഴാണ് രാഷ്ട്രപതി സംയുക്ത സമ്മേളനം വിളിച്ചുചേർക്കുന്നത്. ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. സാധാരണ ബില്ലുകൾ പാസാക്കുന്നതിന് ഇത് സഹായകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിവരിക്കുന്നത്? ഭേദഗതിയുടെ പ്രാഥമിക രീതികൾ എന്തൊക്കെയാണ്? ഭരണഘടനയുടെ 368 അനുച്ഛേദമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിവരിക്കുന്നത്. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരവും ആവശ്യമുള്ള ഭേദഗതി എന്നിവയാണ് പ്രാഥമിക രീതികൾ. ഇന്ത്യൻ ഭരണഘടനയുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഈ അനുച്ഛേദം ഉറപ്പാക്കുന്നു. ഫെഡറൽ സ്വഭാവമുള്ള വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിന് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. ഇത് ഫെഡറലിസം നിലനിർത്തുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ കടുപ്പമുള്ളതും അയവുള്ളതുമായ സ്വഭാവം കാണിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതിയുടെ സ്ഥാപനത്തിനും ഘടനയ്ക്കും വ്യവസ്ഥ ചെയ്യുന്നത്? 124 അനുച്ഛേദമാണ് സുപ്രീം കോടതിയുടെ സ്ഥാപനത്തിനും ഘടനയ്ക്കും വ്യവസ്ഥ ചെയ്യുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് സുപ്രീം കോടതി. ഇത് ഭരണഘടനയുടെ സംരക്ഷകനും വ്യാഖ്യാതാവുമാണ്. അനുച്ഛേദം 124 സുപ്രീം കോടതിയുടെ രൂപീകരണം, ജഡ്ജിമാരുടെ നിയമനം, നീക്കം ചെയ്യൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാരുടെ അംഗീകൃത എണ്ണം എത്രയാണ്?
ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാരുടെ അംഗീകൃത എണ്ണം 34 ആണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. കാലാകാലങ്ങളിൽ നിയമനിർമ്മാണത്തിലൂടെ ഈ എണ്ണം വർദ്ധിപ്പിക്കാറുണ്ട്. നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? നിയമനത്തിന് ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ഉണ്ടോ? ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രായപരിധിയില്ല. സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാര്യത്തിൽ വിരമിക്കൽ പ്രായം മാത്രമേ ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ളൂ. നിയമനത്തിന് ഒരു നിശ്ചിത കുറഞ്ഞ പ്രായപരിധി ഇല്ലാത്തത് അനുഭവസമ്പന്നരും യോഗ്യരുമായ വ്യക്തികൾക്ക് നിയമനം നേടാൻ ഇത് അവസരം നൽകുന്നു. ഉയർന്ന കോടതികളിലെ ജഡ്ജിമാരുടെ പ്രായം അവരുടെ അനുഭവസമ്പത്തിനെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് വിരമിച്ച ശേഷം ഏത് തരത്തിലുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? വിരമിച്ച ശേഷം സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലെ ഒരു കോടതിയിലും അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റിക്ക് മുമ്പാകെയും വാദിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. സുപ്രീം കോടതി ജഡ്ജിമാർ വിരമിച്ചതിനുശേഷം രാജ്യത്തിനകത്ത് അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുന്നു. ഇത് നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124(7) ഈ വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും എങ്ങനെയാണ് നിയമിക്കുന്നത്? ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. മറ്റ് ജഡ്ജിമാരെ ചീഫ് ജസ്റ്റിസുമായും സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ആവശ്യമായ മറ്റ് ജഡ്ജിമാരുമായും കൂടിയാലോചിച്ച ശേഷം രാഷ്ട്രപതി നിയമിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124 അനുസരിച്ചാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം. കൊളീജിയം ശുപാർശ ചെയ്യുന്ന പേരുകൾ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നു. തുടർന്ന് രാഷ്ട്രപതി നിയമനം നടത്തുന്നു. ഈ നിയമന പ്രക്രിയ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി നിയമിക്കപ്പെടുന്നതിനുള്ള പ്രാഥമിക യോഗ്യതകൾ എന്തൊക്കെയാണ്? ഒരു സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാൻ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. കൂടാതെ ഒന്നുകിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും ഹൈക്കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിരിക്കണം, അല്ലെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും ഒരു ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ ഒരു വിശിഷ്ട നിയമജ്ഞനായിരിക്കണം. സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യതകൾ ആർട്ടിക്കിൾ 124(3)ലാണ് വിശദീകരിക്കുന്നത്. നിയമജ്ഞർക്ക് മുൻഗണന നൽകുന്നത് നിയമരംഗത്തെ അവരുടെ ആഴത്തിലുള്ള അറിവും അനുഭവസമ്പത്തും കാരണം നീതിന്യായ നിർവഹണത്തിൽ അവരുടെ പങ്ക് നിർണായകമാകുന്നതിനാലാണ്. ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഉന്നത നിലവാരം നിലനിർത്താൻ സഹായിക്കുന്നു. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് സത്യപ്രതിജ്ഞയും രഹസ്യസ്വഭാവ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് സത്യപ്രതിജ്ഞയും രഹസ്യസ്വഭാവ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124(6) അനുസരിച്ചാണ് സുപ്രീം കോടതി ജഡ്ജിമാർ രാഷ്ട്രപതിക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരമോന്നത സ്ഥാപനങ്ങളിലൊന്നായ സുപ്രീം കോടതിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ നിയമസാധുതയും ഗൗരവവും നൽകുന്നു. അവരുടെ കടമകൾ നിഷ്പക്ഷമായും സത്യസന്ധമായും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞയിലൂടെ അവർ പ്രതിജ്ഞ ചെയ്യുന്നു. ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസുകളും നിർണയിക്കുന്നത് ആരാണ്? അവരുടെ നിലവിലെ ഏകദേശ പ്രതിമാസ ശമ്പളം എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റാണ് തീരുമാനിക്കുന്നത്. നിലവിൽ ചീഫ് ജസ്റ്റിസിന് പ്രതിമാസം 2.8 ലക്ഷം രൂപയും മറ്റ് ജഡ്ജിമാർക്ക് 2.5 ലക്ഷം രൂപയും ലഭിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 125 അനുസരിച്ച് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പാർലമെന്റാണ് നിയമം മൂലം നിശ്ചയിക്കുന്നത്. അവരുടെ സേവന വ്യവസ്ഥകൾ നിയമനശേഷം അവർക്ക് ദോഷകരമാകുന്ന രീതിയിൽ മാറ്റം വരുത്താൻ പാടില്ല. ഇത് ജഡ്ജിമാരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും അവരുടെ തീരുമാനങ്ങളിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ എങ്ങനെയാണ് സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാൻ കഴിയുക? ഈ പ്രക്രിയക്ക് ഭരണഘടനയിൽ വ്യക്തമായി ഉപയോഗിക്കാത്ത പദം ഏതാണ്? തെളിയിക്കപ്പെട്ട ദുഷ്പ്രവൃത്തി അല്ലെങ്കിൽ കഴിവില്ലായ്മ എന്നീ കാരണങ്ങളാൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള പ്രമേയത്തിനുശേഷം രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാൻ കഴിയും. അവരുടെ നീക്കം ചെയ്യലിനായി ഇംപീച്ച്മെന്റ് എന്ന പദം ഭരണഘടനയിൽ വ്യക്തമായി ഉപയോഗിച്ചിട്ടില്ല.
സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആർട്ടിക്കിൾ 124(4)ലാണ് വിശദീകരിക്കുന്നത്. ഇത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ്, കാരണം ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇംപീച്ച്മെന്റ് സാധാരണയായി രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ജഡ്ജിമാരുടെ കാര്യത്തിൽ ഇത് ഔദ്യോഗിക പദമല്ലെങ്കിലും പൊതുവായി ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ യഥാർത്ഥ അധികാരപരിധിയിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഏതുതരം തർക്കങ്ങളാണ് ഉൾപ്പെടുന്നത്? ഇന്ത്യൻ സർക്കാരും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ, ഒരു വശത്ത് ഇന്ത്യൻ സർക്കാരും ഏതെങ്കിലും സംസ്ഥാനങ്ങളും മറുവശത്ത് മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ, കൂടാതെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, പ്രത്യേകിച്ച് നിയമപരമായ അവകാശങ്ങൾ ഉൾപ്പെടുന്നവ എന്നിവ സുപ്രീം കോടതിയുടെ യഥാർത്ഥ അധികാരപരിധിയിൽ വരുന്നു. സുപ്രീം കോടതിയുടെ യഥാർത്ഥ അധികാരപരിധി ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131-ൽ പ്രതിപാദിക്കുന്നു. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ളതും സംസ്ഥാനങ്ങൾ തമ്മിലുള്ളതുമായ തർക്കങ്ങൾ പരിഹരിച്ച് ഫെഡറൽ ഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ അധികാരപരിധി മറ്റ് കോടതികൾക്ക് ലഭ്യമല്ല, നേരിട്ട് സുപ്രീം കോടതിക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ അപ്പലേറ്റ് അധികാരപരിധിയുടെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ സ്വഭാവം എന്താണ്? സിവിൽ, ക്രിമിനൽ, ഭരണഘടനാപരമായ കാര്യങ്ങളിൽ ഹൈക്കോടതികളുടെയും മറ്റ് കീഴ്ക്കോടതികളുടെയും തീരുമാനങ്ങൾക്കെതിരായ അപ്പീലുകൾ കേൾക്കുന്ന രാജ്യത്തെ ഏറ്റവും ഉയർന്ന അപ്പലേറ്റ് കോടതിയായി സുപ്രീം കോടതി പ്രവർത്തിക്കുന്നു. സുപ്രീം കോടതിയുടെ അപ്പലേറ്റ് അധികാരപരിധി ആർട്ടിക്കിൾ 132 മുതൽ 134A വരെയും 136-ലും പ്രതിപാദിക്കുന്നു. ഇത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ്, കാരണം കീഴ്ക്കോടതികളുടെ വിധിന്യായങ്ങളിൽ പിഴവുകളുണ്ടോ എന്ന് പുനഃപരിശോധിക്കാനും നീതി ഉറപ്പാക്കാനും ഇത് സുപ്രീം കോടതിയെ പ്രാപ്തമാക്കുന്നു. ഇത് രാജ്യത്തുടനീളം നീതിന്യായത്തിന്റെ ഏകീകരണം ഉറപ്പാക്കുന്നു. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധി ആര് നിശ്ചയിക്കുന്നു? അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന ഗവർണറുടെ പ്രീതിക്ക് പാത്രമാവുന്നതുവരെ തൽസ്ഥാനത്ത് തുടരുന്നു. അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവാണ്. ഭരണഘടനയുടെ 165-ാം അനുച്ഛേദം അനുസരിച്ചാണ് ഗവർണർ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു നിശ്ചിത കാലാവധിയില്ല, ഗവർണറുടെ പ്രീതിയില്ലാതാകുന്നതുവരെ അദ്ദേഹം തൽസ്ഥാനത്ത് തുടരും. കോടതികളിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ വാദം കേൾക്കാനുള്ള അവകാശം എത്രത്തോളമാണ്? ബന്ധപ്പെട്ട സംസ്ഥാനത്തിലെ ഏതൊരു കോടതിയിലും വാദം കേൾക്കാനുള്ള അവകാശം അഡ്വക്കേറ്റ് ജനറലിനുണ്ട്. സംസ്ഥാനത്തെ പരമോന്നത നിയമ ഓഫീസറായ അഡ്വക്കേറ്റ് ജനറലിന് സംസ്ഥാനത്തിന്റെ നിയമപരമായ കാര്യങ്ങളിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കാൻ പൂർണ്ണ അധികാരമുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിനുള്ളിലെ എല്ലാ കോടതികളിലും അദ്ദേഹത്തിന് വാദം കേൾക്കാനുള്ള അവകാശമുണ്ട്. സംസ്ഥാന നിയമസഭയിലെ നടപടികളുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലിന് എന്ത് പ്രത്യേകാവകാശങ്ങളാണുള്ളത്? സംസ്ഥാന നിയമസഭയിലെ നടപടികളിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അഡ്വക്കേറ്റ് ജനറലിന് പ്രത്യേകാവകാശമുണ്ടെങ്കിലും വോട്ടവകാശമുണ്ടായിരിക്കില്ല. ഭരണഘടനയുടെ അനുച്ഛേദം 177 പ്രകാരം അഡ്വക്കേറ്റ് ജനറലിന് സംസ്ഥാന നിയമസഭയുടെ ഇരുസഭകളിലും സംസാരിക്കാനും നടപടികളിൽ പങ്കെടുക്കാനും അനുവാദമുണ്ട്. എന്നാൽ ഒരു നിയമസഭാംഗമല്ലാത്തതിനാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അധികാരമില്ല. ഇത് സംസ്ഥാന നിയമനിർമ്മാണ പ്രക്രിയയിൽ അദ്ദേഹത്തിന്റെ നിയമപരമായ വൈദഗ്ധ്യം ലഭ്യമാക്കാൻ സഹായിക്കുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? സംസ്ഥാന ഗവർണർ ചുമതലപ്പെടുത്തുന്ന എല്ലാ നിയമപരമായ കാര്യങ്ങളും അഡ്വക്കേറ്റ് ജനറൽ നിർവഹിക്കുന്നു. അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവാണ്. സംസ്ഥാന സർക്കാരിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുക, സർക്കാരിനെ പ്രതിനിധീകരിച്ച് കോടതികളിൽ ഹാജരാകുക, നിയമപരമായി ഗവർണർ ചുമതലപ്പെടുത്തുന്ന മറ്റ് കർത്തവ്യങ്ങൾ നിർവഹിക്കുക എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന ചുമതലകളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പ്രതിമാസ ശമ്പളം എത്രയാണ്? 5 ലക്ഷം രൂപ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ശമ്പളവും മറ്റ് അലവൻസുകളും ഇന്ത്യൻ പാർലമെന്റ് നിയമം വഴി നിശ്ചയിക്കുന്നു. ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ രാഷ്ട്രപതിക്ക് ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. ഈ തുക കാലാകാലങ്ങളിൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ പ്രതിമാസ ശമ്പളം എത്രയാണ്? 4 ലക്ഷം രൂപ. ഇന്ത്യൻ ഉപരാഷ്ട്രപതി ശമ്പളം ലഭിക്കുന്നത് രാജ്യസഭയുടെ ചെയർമാൻ എന്ന നിലയിലാണ്, അല്ലാതെ ഉപരാഷ്ട്രപതി എന്ന നിലയിലല്ല. അദ്ദേഹത്തിന്റെ ശമ്പളം ഇന്ത്യൻ പാർലമെന്റ് നിയമം വഴി നിശ്ചയിക്കുന്നു.
ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും രാജ്യസഭ ചെയർമാന്റെ പദവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സംസ്ഥാന ഗവർണറുടെ പ്രതിമാസ ശമ്പളം എത്രയാണ്? 3,50,000 രൂപ. സംസ്ഥാന ഗവർണർമാരുടെ ശമ്പളവും മറ്റ് അലവൻസുകളും ഇന്ത്യൻ പാർലമെന്റ് നിയമം വഴി നിശ്ചയിക്കുന്നു. ഗവർണർമാർ രാഷ്ട്രപതിയുടെ പ്രതിനിധികളായി സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്നു. അവരുടെ ശമ്പളം സംസ്ഥാനത്തിന്റെ ഏകീകൃത നിധിയിൽ നിന്നല്ല, മറിച്ച് ഇന്ത്യൻ സർക്കാരിന്റെ ഏകീകൃത നിധിയിൽ നിന്നാണ് നൽകുന്നത്. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രതിമാസ ശമ്പളം എത്രയാണ്? 2,80,000 രൂപ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ പദവി വഹിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പാർലമെന്റ് നിയമം വഴി നിശ്ചയിക്കുന്നു. ഈ ശമ്പളം ഇന്ത്യൻ ഏകീകൃത നിധിയിൽ നിന്നാണ് നൽകുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചുമതലകളുടെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നു. സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരുടെയും കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും CAG പ്രതിമാസ ശമ്പളം എത്രയാണ്? 2,50,000 രൂപ. സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരുടെയും കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും CAG ശമ്പളം ഒരേ നിലയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പാർലമെന്റ് നിയമം വഴി നിശ്ചയിക്കുന്ന ഈ ശമ്പളം ഇന്ത്യൻ ഏകീകൃത നിധിയിൽ നിന്നാണ് നൽകുന്നത്. ഈ പദവികൾ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും സുപ്രധാന തൂണുകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ CAG സ്ഥാപനത്തെയും നിയമനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 148. കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 148 കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ CAG പദവിക്ക് രൂപം നൽകുന്നു. ഇന്ത്യൻ സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം CAGക്ക് ഉണ്ട്. പൊതുപണത്തിന്റെ കാവൽക്കാരൻ എന്നാണ് CAG അറിയപ്പെടുന്നത്. രാഷ്ട്രപതിയാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത്. ഇന്ത്യയുടെ കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ CAG പ്രാഥമിക പങ്ക് എന്താണ്? CAG പൊതുപണത്തിന്റെ സംരക്ഷകനും ഇന്ത്യ ഗവൺമെന്റിന്റെ ഓഡിറ്റ്, അക്കൗണ്ടിംഗ് സംവിധാനങ്ങളുടെ നിഷ്പക്ഷ തലവനുമാണ്. കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ഇന്ത്യൻ ഭരണഘടനയുടെ 148 അനുച്ഛേദം പ്രകാരം സ്ഥാപിതമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പൊതുഖജനാവിന്റെ കാവൽക്കാരനായ CAG കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ഇടപാടുകൾ ഓഡിറ്റ് ചെയ്ത് നിയമസാധുതയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നു. ഇത് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും സർക്കാരിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയുടെ കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഔദ്യോഗിക കാലാവധിയും വിരമിക്കൽ പ്രായവും എത്രയാണ്? CAG 6 വർഷം ഓഫീസിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷമോ 65 വയസ്സ് തികയുമ്പോഴോ ഇവയിലേതാണോ ആദ്യം സംഭവിക്കുന്നത് വിരമിക്കുന്നു. കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ CAG കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ്. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതനുസരിച്ചാണ് വിരമിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 പ്രകാരം പ്രസിഡന്റാണ് CAGയെ നിയമിക്കുന്നത്. ഈ വ്യവസ്ഥ CAGയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. വിരമിച്ചതിനു ശേഷം കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ പുനർനിയമനത്തിന് അർഹതയുണ്ടോ? ഇല്ല. വിരമിച്ചതിനു ശേഷം ഇന്ത്യ ഗവൺമെന്റിന് കീഴിലുള്ള ഒരു തസ്തികയിലും പുനർനിയമനം തേടുന്നതിൽ നിന്ന് CAGയെ വിലക്കിയിരിക്കുന്നു. വിരമിച്ചതിനു ശേഷം കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് CAG ഇന്ത്യ ഗവൺമെന്റിന് കീഴിലുള്ള ഒരു തസ്തികയിലും പുനർനിയമനം നേടുന്നതിന് അർഹതയില്ല. ഈ വ്യവസ്ഥ CAGയുടെ ഔദ്യോഗിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകളെ പക്ഷപാതരഹിതമായി ഓഡിറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് ഭരണഘടനാപരമായ നിഷ്പക്ഷതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ തൽസ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമം എന്താണ്? സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് സമാനമായ നടപടിക്രമങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ദുർനടത്തയുടെയോ കഴിവില്ലായ്മയുടെയോ സമാനമായ കുറ്റങ്ങൾക്ക് CAGയെ തൽസ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാം. കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ CAG നീക്കം ചെയ്യാനുള്ള നടപടിക്രമം സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് സമാനമാണ്. ഇത് ഭരണഘടനാപരമായ ഒരു നീണ്ട പ്രക്രിയയാണ്, കൂടാതെ തെളിയിക്കപ്പെട്ട ദുർനടത്ത അല്ലെങ്കിൽ കഴിവില്ലായ്മ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കൂ. ഈ കടുപ്പമുള്ള നടപടിക്രമം CAGയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും സ്ഥാനത്തിന്റെ അന്തസ്സിനെയും സംരക്ഷിക്കുന്നു.
കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ CAG രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നു. തുടർന്ന് അദ്ദേഹം അവ പാർലമെന്റിൽ വെക്കുന്നു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 151 അനുച്ഛേദമനുസരിച്ച് രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കുന്നത്. രാഷ്ട്രപതി ഈ റിപ്പോർട്ടുകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും വെക്കുന്നു. ഇത് പൊതുപണത്തിന്റെ വിനിയോഗത്തിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ കണക്കുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആർക്കാണ് സമർപ്പിക്കുന്നത്? സംസ്ഥാന സർക്കാരിന്റെ കണക്കുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ CAG ഗവർണർക്ക് സമർപ്പിക്കുന്നു. തുടർന്ന് അദ്ദേഹം അവ സംസ്ഥാന നിയമസഭയിൽ വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 151 അനുച്ഛേദമനുസരിച്ച് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഗവർണർക്കാണ് സമർപ്പിക്കുന്നത്. ഗവർണർ ഈ റിപ്പോർട്ടുകൾ സംസ്ഥാന നിയമസഭയിൽ വെക്കുന്നു. ഇത് സംസ്ഥാന തലത്തിൽ പൊതുപണത്തിന്റെ വിനിയോഗത്തിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തവും സുതാര്യതയും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ PAC മീറ്റിംഗുകളിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG പങ്കെടുക്കാറുണ്ടോ? അതെ, CAG പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മീറ്റിംഗുകളിൽ പങ്കെടുക്കാറുണ്ട്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ PAC സുഹൃത്തും വഴികാട്ടിയും തത്വചിന്തകനും ആയി കണക്കാക്കപ്പെടുന്നു. PAC യോഗങ്ങളിൽ CAG പങ്കെടുക്കുകയും ഓഡിറ്റ് റിപ്പോർട്ടുകൾ അവലോകനം ചെയ്യുന്നതിൽ കമ്മിറ്റിയെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് നിയമനിർമ്മാണ സഭയ്ക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യക്ഷമമായ മേൽനോട്ടം വഹിക്കാൻ നിർണായകമാണ്. ധനനന്ദനെതിരെ ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യസാമ്രാജ്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? നന്ദസാമ്രാജ്യത്തിന്റെ കീഴടക്കൽ. ചന്ദ്രഗുപ്ത മൗര്യൻ ധനനന്ദനെ പരാജയപ്പെടുത്തി നന്ദസാമ്രാജ്യം കീഴടക്കിയതോടെയാണ് മൗര്യസാമ്രാജ്യം നിലവിൽ വന്നത്. മഗധ ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന നന്ദസാമ്രാജ്യം ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. ഏകദേശം 303 BCEയിൽ നടന്ന സെല്യൂസിഡ് മൗര്യയുദ്ധം ചന്ദ്രഗുപ്ത മൗര്യനും ഏത് ഹെല്ലനിസ്റ്റിക് ഭരണാധികാരിയും തമ്മിലുള്ള സംഘർഷമായിരുന്നു? സെല്യൂക്കസ് ഒന്നാമൻ നിക്കേറ്റർ. ചന്ദ്രഗുപ്ത മൗര്യനും ഗ്രീക്ക് ജനറൽ സെല്യൂക്കസ് ഒന്നാമൻ നിക്കേറ്ററും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു സെല്യൂസിഡ് മൗര്യയുദ്ധം. ഈ യുദ്ധത്തിൽ മൗര്യന്മാർ വിജയിക്കുകയും അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മൗര്യസാമ്രാജ്യത്തിന് ലഭിക്കുകയും ചെയ്തു. ഏത് പ്രധാന യുദ്ധത്തിന്റെ വിനാശകരമായ ഫലങ്ങളാണ് അശോക ചക്രവർത്തിയെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്? കലിംഗ യുദ്ധം. BC 261 നടന്ന കലിംഗ യുദ്ധത്തിൽ അശോകൻ വിജയിച്ചെങ്കിലും യുദ്ധത്തിന്റെ ഭീകരത അദ്ദേഹത്തെ മാനസികമായി ഉലച്ചു. തുടർന്ന് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും അഹിംസയുടെ പാത പിന്തുടരുകയും ചെയ്തു. 5ാം നൂറ്റാണ്ടിൽ നടന്ന ആദ്യകാല ഹൂണ ആക്രമണങ്ങളെ വിജയകരമായി ചെറുത്ത ഇന്ത്യൻ സാമ്രാജ്യം ഏതാണ്? ഗുപ്തസാമ്രാജ്യം. ഗുപ്തസാമ്രാജ്യത്തിലെ സ്കന്ദഗുപ്തൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഹൂണന്മാരുടെ ആദ്യകാല ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുത്തു. ഇത് ഗുപ്തസാമ്രാജ്യത്തിന്റെ ശക്തിയും സൈനികശേഷിയും വിളിച്ചോതുന്നു. പുല്ലലൂർ യുദ്ധം ചാലൂക്യരാജാവായ പുലികേശി രണ്ടാമനും ഏത് പല്ലവ രാജാവും തമ്മിലായിരുന്നു? മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. 7ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നടന്ന പുല്ലലൂർ യുദ്ധത്തിൽ ചാലൂക്യ രാജാവായ പുലികേശി രണ്ടാമൻ പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മൻ ഒന്നാമനെ പരാജയപ്പെടുത്തി. ഇത് ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജവംശങ്ങളായിരുന്ന ചാലൂക്യന്മാരുടെയും പല്ലവന്മാരുടെയും അധികാര പോരാട്ടത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. 642 CEയിൽ പുലികേശി രണ്ടാമനെ പരാജയപ്പെടുത്തി ചാലൂക്യ തലസ്ഥാനമായ വാതാപി പിടിച്ചടക്കിയ പല്ലവ രാജാവ് ആരായിരുന്നു? നരസിംഹവർമ്മൻ ഒന്നാമൻ. പുല്ലലൂർ യുദ്ധത്തിലെ തോൽവിക്ക് പ്രതികാരമായി നരസിംഹവർമ്മൻ ഒന്നാമൻ പുലികേശി രണ്ടാമനെ പരാജയപ്പെടുത്തുകയും ചാലൂക്യ തലസ്ഥാനമായ വാതാപി കൈയടക്കുകയും ചെയ്തു. വാതാപികൊണ്ട എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. 8ാം നൂറ്റാണ്ടിൽ നടന്ന രാജസ്ഥാൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന പോരാട്ടങ്ങൾ ഇന്ത്യൻ രാജാക്കന്മാരും ഏത് അധിനിവേശ ഖിലാഫത്തുകളും തമ്മിലായിരുന്നു? ഉമയ്യാദ്, പിന്നീട് അബ്ബാസിദ് ഖിലാഫത്തുകൾ. 8ാം നൂറ്റാണ്ടിൽ ഉമയ്യാദ്, പിന്നീട് അബ്ബാസിദ് ഖിലാഫത്തുകളുടെ സൈന്യങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചു. ഈ ആക്രമണങ്ങളെ രാജാ ദാഹിർ,
നാഗഭട്ടൻ ഒന്നാമൻ തുടങ്ങിയ ഇന്ത്യൻ ഭരണാധികാരികൾ ശക്തമായി ചെറുത്ത യുദ്ധങ്ങളെയാണ് രാജസ്ഥാൻ യുദ്ധങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1000 സിഇയിൽ പെഷവാർ യുദ്ധത്തിൽ ഗസ്നിയുടെ മഹമൂദിനാൽ പരാജയപ്പെട്ട ഹിന്ദുഷാഹി രാജവംശത്തിലെ ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു? ജയപാലൻ. ഗസ്നിയുടെ മഹ്മൂദ് ഇന്ത്യയിലേക്ക് നടത്തിയ ആദ്യകാല ആക്രമണങ്ങളിലൊന്നായിരുന്നു 1000 സിഇയിലെ പെഷവാർ യുദ്ധം. ഈ യുദ്ധത്തിൽ ഹിന്ദുഷാഹി ഭരണാധികാരിയായ ജയപാലനെ മഹ്മൂദ് പരാജയപ്പെടുത്തുകയും തുടർന്നുള്ള ദശാബ്ദങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് വഴിതുറക്കുകയും ചെയ്തു. 1191 സിഇയിൽ നടന്ന ഒന്നാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ. 1191 നടന്ന ഒന്നാം തറൈൻ യുദ്ധത്തിൽ ചൗഹാൻ രാജാവായ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ നിർണായകമായി പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് ഗോറിയുടെ ആദ്യത്തെ വലിയ തിരിച്ചടിയായി അടയാളപ്പെടുത്തി. 1192 സിഇയിൽ നടന്ന രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? മുഹമ്മദ് ഗോറി. ഒന്നാം തറൈൻ യുദ്ധത്തിലെ തോൽവി പ്രതികാരം ചെയ്യാൻ മുഹമ്മദ് ഗോറി തിരിച്ചെത്തി 1192 രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. ഈ വിജയം ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നതിനുള്ള വഴി തുറന്നു. 1194 സിഇയിൽ നടന്ന ചന്ദവാർ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി കനൌജിലെ ഏത് ഭരണാധികാരിയെയാണ് പരാജയപ്പെടുത്തിയത്? ജയചന്ദ്രൻ. ചന്ദവാർ യുദ്ധം 1194 സിഇയിൽ മുഹമ്മദ് ഗോറിയും കനൌജിലെ ഗഹത്വാൾ രാജവംശത്തിലെ ജയചന്ദ്രനും തമ്മിൽ നടന്നു. ഈ യുദ്ധത്തിൽ ജയചന്ദ്രന്റെ പരാജയം വടക്കേ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? ബാബർ. 1526 നടന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ഡൽഹി സുൽത്താനത്തിലെ അവസാന ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. ഇത് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിന് വഴിയൊരുക്കി, ഒരു പുതിയ ഭരണയുഗത്തിന് തുടക്കം കുറിച്ചു. ചരിത്രാതീത കാലഘട്ടത്തിന്റെ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരിയഡ് എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സവിശേഷത എന്താണ്? എഴുത്ത് വികസിച്ചു, പക്ഷേ ലിപി ഇതുവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചരിത്രാതീത കാലഘട്ടത്തിൽ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് സിന്ധു നദീതട നാഗരികത പോലുള്ള സംസ്കാരങ്ങളിൽ എഴുത്ത് രീതികൾ വികസിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ഈ ലിപികൾ ഇന്നും പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ പരിമിതപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ചരിത്രാതീത കാലഘട്ടത്തിൽ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരിയഡ് നിലനിന്നിരുന്ന പ്രധാന നാഗരികതകൾ ഏതെല്ലാമാണ്? ഹാരപ്പൻ നാഗരികതയും വേദകാല നാഗരികതയും. ഇന്ത്യയിൽ ചരിത്രാതീത കാലഘട്ടത്തിൽ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരിയഡ് പ്രധാനമായും ഹാരപ്പൻ നാഗരികതയും തുടർന്ന് വേദകാല നാഗരികതയും നിലനിന്നിരുന്നു. ഈ നാഗരികതകൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ചരിത്ര കാലഘട്ടത്തിലെ വിവരങ്ങളുടെ പ്രധാന സ്രോതസ്സുകൾ എന്തെല്ലാമാണ്? സാഹിത്യരേഖകൾ, പുരാവസ്തു തെളിവുകൾ, വിദേശികളുടെ വിവരണങ്ങൾ. ചരിത്ര കാലഘട്ടത്തിൽ ഹിസ്റ്റോറിക് പീരിയഡ് എഴുതപ്പെട്ട രേഖകൾ ലഭ്യമായതിനാൽ വിവരങ്ങൾ കൂടുതൽ വ്യക്തമാണ്. സാഹിത്യകൃതികൾ, പുരാവസ്തു ഗവേഷണങ്ങളിലൂടെ ലഭിക്കുന്ന തെളിവുകൾ, വിദേശ സഞ്ചാരികളുടെയും എഴുത്തുകാരുടെയും വിവരണങ്ങൾ എന്നിവയാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രധാന വിവര സ്രോതസ്സുകൾ. മനുഷ്യർ കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചെമ്പ് ശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് യുഗം, ചൽക്കോലിത്തിക് ഏജ്. മനുഷ്യൻ കല്ലിനു പുറമെ ചെമ്പും ഉപകരണങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് ചെമ്പ് ശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് യുഗം. ഈ കാലഘട്ടം നവീന ശിലായുഗത്തിനും വെങ്കലയുഗത്തിനും ഇടയിലുള്ള ഒരു പരിവർത്തന ഘട്ടമാണ്. മനുഷ്യൻ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ഇത് ചെമ്പ് ശിലായുഗത്തിന്റെ ചൽക്കോലിത്തിക് ഏജ് തുടക്കത്തിന് കാരണമായി. ഈ കണ്ടുപിടുത്തം ഉപകരണ നിർമ്മാണത്തിലും സാങ്കേതികവിദ്യയിലും ഒരു വലിയ മുന്നേറ്റമായിരുന്നു. ഇന്ത്യയിലെ ചാൽക്കോലിത്തിക് കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച മൺപാത്രങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മാൾവ. ചാൽക്കോലിത്തിക് അഥവാ താമ്രശിലായുഗം
ശിലായുഗത്തിനും ഇരുമ്പ് യുഗത്തിനും ഇടയിലുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ മൺപാത്ര നിർമ്മാണത്തിൽ മാൾവ സംസ്കാരം അതിന്റെ സവിശേഷമായ രൂപകൽപ്പനയ്ക്കും ഗുണമേന്മയ്ക്കും പേരുകേട്ടതാണ്. ജോർവേ സംസ്കാരത്തിലെ ഏറ്റവും വലിയ വാസസ്ഥലം ഏതായിരുന്നു? ദൈമാബാദ്. ജോർവേ സംസ്കാരം മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു ചാൽക്കോലിത്തിക് സംസ്കാരമാണ്. പ്രവര നദിയുടെ തീരത്തുള്ള ദൈമാബാദ് ജോർവേ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. അഹാറിന്റെ പഴയ പേര് എന്തായിരുന്നു? അതിന്റെ അർത്ഥം എന്താണ്? താംബാവതി. അർത്ഥം ചെമ്പിന്റെ സ്ഥലം. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു ചാൽക്കോലിത്തിക് സൈറ്റാണ് അഹാർ. ഇവിടുത്തെ ജനങ്ങൾ ചെമ്പ് ധാരാളമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ പ്രദേശത്തിന് താംബാവതി ചെമ്പിന്റെ സ്ഥലം എന്ന പേര് ലഭിച്ചു. ഇന്ത്യയിൽ ചാൽക്കോലിത്തിക് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചെമ്പ് ശേഖരങ്ങൾ എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? മധ്യപ്രദേശിലെ ഗുന്നേരിയ. ചാൽക്കോലിത്തിക് കാലഘട്ടത്തിൽ ചെമ്പിന്റെ ഉപയോഗം വ്യാപകമായിരുന്നു. മധ്യപ്രദേശിലെ ഗുന്നേരിയയിൽ നിന്നാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചെമ്പ് ശേഖരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് അക്കാലത്തെ ലോഹവിജ്ഞാനീയത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു. ചാൽക്കോലിത്തിക് സൈറ്റായ നവ്ദാത്തോളിയിലെ ഖനനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? എച്ച്.ഡി. സംഗാലിയ. പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ എച്ച്.ഡി. സംഗാലിയ നവ്ദാത്തോളി ഉൾപ്പെടെ ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട ചാൽക്കോലിത്തിക് സൈറ്റുകളുടെയും ഖനനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ നർമ്മദാ നദീതീരത്തുള്ള നവ്ദാത്തോളി ചാൽക്കോലിത്തിക് സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. സിന്ധു ഹാരപ്പൻ നാഗരികതയെ ഏതുതരം നാഗരികതയായാണ് തരംതിരിക്കുന്നത്? പ്രോട്ടോ ഹിസ്റ്റോറിക്കൽ നാഗരികത. സിന്ധു നാഗരികതയെ പ്രോട്ടോ ഹിസ്റ്റോറിക്കൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് അവർക്ക് ഒരു എഴുത്ത് സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിലും അത് ഇതുവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിനാലാണ്. അതിനാൽ ഇത് ചരിത്രപരമായ കാലഘട്ടത്തിനും ചരിത്രാതീത കാലഘട്ടത്തിനും ഇടയിലുള്ള ഒരു ഘട്ടമായി കണക്കാക്കപ്പെടുന്നു. റേഡിയോകാർബൺ ഡേറ്റിംഗ് അനുസരിച്ച് സിന്ധു നാഗരികതയുടെ പൊതുവായി അംഗീകരിക്കപ്പെട്ട കാലഘട്ടം ഏതാണ്? BCE 2300-നും 1700-നും ഇടയിൽ. റേഡിയോകാർബൺ ഡേറ്റിംഗ് പഠനങ്ങൾ സിന്ധു നാഗരികതയുടെ ഏറ്റവും വ്യാപകമായ കാലഘട്ടം BCE 2300 മുതൽ 1700 വരെയാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ രീതി പുരാതന വസ്തുക്കളുടെയും അവശിഷ്ടങ്ങളുടെയും കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. ഹാരപ്പൻ നാഗരികതയുടെ സവിശേഷമായ മൺപാത്ര നിർമ്മാണ ശൈലി ഏതാണ്? കറുപ്പ് നിറത്തിൽ വരച്ച ചുവന്ന മൺപാത്രങ്ങൾ. ഹാരപ്പൻ നാഗരികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സവിശേഷതകളിൽ ഒന്നാണ് കറുപ്പ് നിറം ഉപയോഗിച്ച് വരച്ച ചുവന്ന മൺപാത്രങ്ങൾ. ജ്യാമിതീയ രൂപങ്ങളും പ്രകൃതിദത്ത രൂപങ്ങളും ഈ മൺപാത്രങ്ങളിൽ സാധാരണയായി കാണാം. സിന്ധു നാഗരികതയുടെ ഏറ്റവും കിഴക്കുള്ള പ്രദേശം ഏതാണ്? ഹിന്ദൻ നദിയുടെ തീരത്തുള്ള ആലംഗീർപൂർ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിലുള്ള ആലംഗീർപൂർ സിന്ധു നാഗരികതയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള പ്രദേശമായി അറിയപ്പെടുന്നു. ഇത് ഹിന്ദൻ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നാഗരികതയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള പ്രദേശം ഏതാണ്? ദാഷ്ത് നദിയുടെ തീരത്തുള്ള സുൽക്കാഗൻഡോർ, ബലൂചിസ്ഥാൻ. ഇന്നത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള സുൽക്കാഗൻഡോർ സിന്ധു നാഗരികതയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള പ്രദേശമാണ്. ദാഷ്ത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് പേർഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ഒരു പ്രധാന തുറമുഖമായിരുന്നു. സിന്ധു നാഗരികതയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പ്രദേശം ഏതാണ്? മാൻഡ, ജമ്മു കാശ്മീർ, ചിനാബ് നദിയുടെ തീരത്ത്. സിന്ധു നാഗരികതയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി മനസ്സിലാക്കാൻ വടക്കേ അറ്റത്തുള്ള മാൻഡ പ്രദേശം സഹായിക്കുന്നു. ജമ്മു കാശ്മീരിലെ ചിനാബ് നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാഗരികതയുടെ അതിരുകൾ പഠിക്കുന്നത് പരീക്ഷകൾക്ക് പ്രധാനമാണ്. സിന്ധു നാഗരികതയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പ്രദേശം ഏതാണ്? ദൈമാബാദ്, മഹാരാഷ്ട്ര, ഗോദാവരി നദിയുടെ തീരത്ത്. മഹാരാഷ്ട്രയിലെ ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദൈമാബാദ് സിന്ധു നാഗരികതയുടെ തെക്കേ അറ്റത്തെ പ്രദേശമാണ്. വടക്ക് മാൻഡ മുതൽ തെക്ക് ദൈമാബാദ് വരെയും കിഴക്ക് അലംഗീർപൂർ മുതൽ പടിഞ്ഞാറ് സുൽക്കാജൻഡോർ വരെയുമാണ് സിന്ധു നാഗരികതയുടെ വ്യാപ്തി. 1527 CEയിൽ കാൻവ യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ മേവാറിലെ ശക്തനായ രജപുത്ര ഭരണാധികാരി ആരായിരുന്നു?
മേവാറിലെ റാണ സംഘ. കാൻവ യുദ്ധം 1527-ൽ ബാബറും രജപുത്രരുടെ സഖ്യസേനയുടെ നേതാവായ റാണ സംഘയും തമ്മിൽ നടന്നു. ഈ യുദ്ധത്തിലെ വിജയം ഇന്ത്യയിലെ ബാബറിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു, മുഗൾ സാമ്രാജ്യത്തിന് ഒരു പ്രധാന ഭീഷണി ഇല്ലാതാക്കി. 1528 സിഇയിൽ നടന്ന യുദ്ധത്തിൽ ചന്ദേരിയിലെ ഏത് ഭരണാധികാരിയെയാണ് ബാബർ പരാജയപ്പെടുത്തിയത്? മേദിനി റായി. 1528-ൽ ബാബർ ചന്ദേരിയിലെ മേദിനി റായിയെ പരാജയപ്പെടുത്തി. ഈ വിജയം മാൾവയിലെ രജപുത്ര ശക്തിയെ തകർക്കാൻ സഹായിച്ചു. ബാബറിന് മധ്യ ഇന്ത്യയിൽ കൂടുതൽ നിയന്ത്രണം നേടാൻ സാധിച്ചു. 1529 സിഇയിൽ അഫ്ഗാനികളുടെ സംയുക്ത സൈന്യത്തെ ബാബർ ഏത് യുദ്ധത്തിലാണ് പരാജയപ്പെടുത്തിയത്? ഗഗ്ര യുദ്ധം അല്ലെങ്കിൽ ഗോഗര യുദ്ധം. 1529-ൽ നടന്ന ഗഗ്ര യുദ്ധത്തിൽ ബാബർ അഫ്ഗാൻ പ്രഭുക്കന്മാരുടെയും ബംഗാൾ സുൽത്താന്റെയും സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബാബറിന്റെ ആധിപത്യം ഉറപ്പിക്കുകയും മുഗൾ സാമ്രാജ്യത്തിന്റെ വികാസത്തിന് വഴിതുറക്കുകയും ചെയ്തു. 1539 സിഇയിൽ ചൗസ യുദ്ധത്തിൽ ഷേർഷാ സൂരി ഏത് മുഗൾ ചക്രവർത്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ഹുമയൂൺ. 1539-ൽ നടന്ന ചൗസ യുദ്ധത്തിൽ ഷേർഷാ സൂരി മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിനെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഷേർഷായുടെ സൈനിക ശക്തിയും തന്ത്രജ്ഞതയും വെളിപ്പെടുത്തി, ഹുമയൂണിന്റെ ഭരണം ദുർബലപ്പെടുത്തി. 1540 സിഇയിൽ ഷേർഷാ സൂരിയോട് നിർണായകമായ തോൽവി ഏറ്റുവാങ്ങിയ ശേഷം മുഗൾ ചക്രവർത്തി ഹുമയൂണിനെ പ്രവാസത്തിലേക്ക് നയിച്ച യുദ്ധം ഏതാണ്? കനൌജി യുദ്ധം അല്ലെങ്കിൽ ബിൽഗ്രാം യുദ്ധം. 1540-ൽ നടന്ന കനൌജി യുദ്ധത്തിൽ ഷേർഷാ സൂരി ഹുമയൂണിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഹുമയൂണിനെ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതനാക്കി, സൂരി സാമ്രാജ്യത്തിന് വഴിയൊരുക്കി. 1556 സിഇയിൽ നടന്ന രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഹേമുവിനെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കിയത് ആര്? അക്ബർ. 1556-ൽ നടന്ന രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ അക്ബറിന്റെ സൈന്യം ഹേമുവിനെ പരാജയപ്പെടുത്തി. ഈ വിജയം ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാനം വീണ്ടും ഉറപ്പിക്കുകയും അക്ബറിന്റെ ഭരണത്തിന് ശക്തമായ അടിത്തറയിടുകയും ചെയ്തു. തളിക്കോട്ട യുദ്ധത്തിൽ ഡെക്കാൻ സുൽത്താനത്തുകളാൽ നിർണായകമായി പരാജയപ്പെട്ട പ്രശസ്തമായ ദക്ഷിണേന്ത്യൻ സാമ്രാജ്യം ഏതാണ്? വിജയനഗര സാമ്രാജ്യം. 1565-ൽ നടന്ന തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം ഡെക്കാൻ സുൽത്താനത്തുകളുടെ സംയുക്ത സേനയോട് പരാജയപ്പെട്ടു. ഈ യുദ്ധം ദക്ഷിണേന്ത്യയിലെ ഒരു വലിയ ശക്തിയായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഹൽദിഘാട്ടി യുദ്ധം മഹാറാണ പ്രതാപും ആരുടെ നേതൃത്വത്തിലുള്ള മുഗൾ സൈന്യവും തമ്മിലായിരുന്നു? മാൻ സിംഗ് ഒന്നാമൻ. 1576-ൽ നടന്ന ഹൽദിഘാട്ടി യുദ്ധം മേവാറിലെ മഹാറാണ പ്രതാപും മുഗൾ സൈന്യത്തിന്റെ സേനാപതിയായ മാൻ സിംഗ് ഒന്നാമന്റെ നേതൃത്വത്തിലുള്ള അക്ബറിന്റെ സൈന്യവും തമ്മിലായിരുന്നു. ഈ യുദ്ധം രജപുത്രരുടെ ധീരതയുടെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. കർത്താർപൂർ യുദ്ധം മുഗൾ ചക്രവർത്തി ഷാജഹാനും ഏത് സിഖ് ഗുരുവിന്റെ നേതൃത്വത്തിലുള്ള സിഖുകാരും തമ്മിലായിരുന്നു? ഗുരു ഹർഗോബിന്ദ് സിംഗ്. കർത്താർപൂർ യുദ്ധം 1635-ൽ മുഗൾ ചക്രവർത്തി ഷാജഹാനും ആറാം സിഖ് ഗുരുവായ ഗുരു ഹർഗോബിന്ദ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സിഖ് സൈന്യവും തമ്മിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സൈനിക പോരാട്ടമാണ്. ഈ യുദ്ധം സിഖ് മുഗൾ ബന്ധങ്ങളിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെ എടുത്തുകാണിക്കുന്നു. മുഗൾ സിംഹാസനത്തിനുവേണ്ടി ദാരാ ഷിക്കോയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ ഔറംഗസേബും മുറാദ് ബഷും തമ്മിൽ നടന്ന യുദ്ധം ഏതായിരുന്നു? സാമുഗർ യുദ്ധം. 1658-ൽ നടന്ന സാമുഗർ യുദ്ധം മുഗൾ സിംഹാസനത്തിനുവേണ്ടിയുള്ള പിന്തുടർച്ചാവകാശ യുദ്ധങ്ങളിലെ ഒരു നിർണായക പോരാട്ടമായിരുന്നു. ഈ യുദ്ധത്തിൽ ഔറംഗസേബ് ദാരാ ഷിക്കോയെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യത്തിന്റെ അധികാരം ഉറപ്പിച്ചു. 1659 സിഇയിൽ നടന്ന കോലാപൂർ യുദ്ധത്തിൽ ആദിൽ ഷാഹി സൈന്യങ്ങളെ ആര് പരാജയപ്പെടുത്തി? ശിവാജി മഹാരാജ്. 1659-ൽ നടന്ന കോലാപൂർ യുദ്ധത്തിൽ ഛത്രപതി ശിവാജി മഹാരാജ് ബിജാപൂരിലെ ആദിൽ ഷാഹി സൈന്യത്തെ പരാജയപ്പെടുത്തി. ഇത് മറാത്ത സാമ്രാജ്യത്തിന്റെ വളർച്ചയിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. 1665 സിഇയിൽ ശിവാജിയെ പരാജയപ്പെടുത്തിയ ശേഷം പുരന്ദർ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ച മുഗൾ ജനറൽ ആരായിരുന്നു?
ജയ് സിംഗ് ഒന്നാമൻ. 1665-ൽ മുഗൾ ജനറൽ മിർസ രാജ ജയ് സിംഗ് ഒന്നാമൻ ശിവാജിയെ പരാജയപ്പെടുത്തുകയും പുരന്ദർ ഉടമ്പടിയിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഈ ഉടമ്പടി പ്രകാരം ശിവാജിക്ക് നിരവധി കോട്ടകൾ മുഗളന്മാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. 1670 സിഇയിൽ നടന്ന സിംഹഗഡ് യുദ്ധത്തിൽ ശിവാജിയുടെ കീഴിലുള്ള മറാത്ത സാമ്രാജ്യവും മറ്റേത് സാമ്രാജ്യവും തമ്മിലായിരുന്നു? മുഗൾ സാമ്രാജ്യം. 1670-ൽ നടന്ന സിംഹഗഡ് യുദ്ധം മറാത്ത സാമ്രാജ്യവും മുഗൾ സാമ്രാജ്യവും തമ്മിലുള്ള ഒരു വീരോചിതമായ പോരാട്ടമായിരുന്നു. മറാത്ത സേനാനായകനായ താനാജി മാളുസാരെ ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചെങ്കിലും സിംഹഗഡ് കോട്ട തിരിച്ചുപിടിക്കാൻ മറാത്തകൾക്ക് കഴിഞ്ഞു. 1679 സിഇയിൽ മുഗൾ സേന ശിവാജിയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതായിരുന്നു? ഭൂപാൽഗഡ് യുദ്ധം. 1679-ൽ നടന്ന ഭൂപാൽഗഡ് യുദ്ധത്തിൽ മുഗൾ സേന ശിവാജിയെ പരാജയപ്പെടുത്തി. ഇത് മറാത്ത മുഗൾ സംഘർഷങ്ങളുടെ തുടർച്ചയായുള്ള ഒരു പോരാട്ടമായിരുന്നു. 1728 സിഇയിൽ മറാത്ത സൈന്യം പേഷ്വാ ബാജിറാവു ഒന്നാമന്റെ കീഴിൽ ഹൈദരാബാദിലെ നിസാമിനെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതായിരുന്നു? പാൽക്കേഡ് യുദ്ധം. 1728-ൽ നടന്ന പാൽക്കേഡ് യുദ്ധത്തിൽ പേഷ്വാ ബാജിറാവു ഒന്നാമന്റെ നേതൃത്വത്തിൽ മറാത്ത സൈന്യം ഹൈദരാബാദിലെ നിസാമിനെ പരാജയപ്പെടുത്തി. ഇത് മറാത്ത സാമ്രാജ്യത്തിന്റെ സൈനിക ശേഷി തെളിയിച്ച ഒരു നിർണായക യുദ്ധമായിരുന്നു. 1733 സിഇയിൽ നടന്ന മാൺസൂർ യുദ്ധത്തിൽ ജയ്സിംഗ് രണ്ടാമനെ രജപുത്ര ഭരണാധികാരി പരാജയപ്പെടുത്തിയ മറാത്ത നേതാവ് ആരായിരുന്നു? മൽഹാർ റാവു ഹോൾക്കർ. 1733-ൽ നടന്ന മാൺസൂർ യുദ്ധത്തിൽ മറാത്ത നേതാവായ മൽഹാർ റാവു ഹോൾക്കർ രജപുത്ര ഭരണാധികാരിയായ ജയ് സിംഗ് രണ്ടാമനെ പരാജയപ്പെടുത്തി. ഇത് മറാത്ത ശക്തിയുടെ വ്യാപനത്തെയും രജപുത്ര രാജ്യങ്ങളിന്മേലുള്ള സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നു. 1737 സിഇയിൽ നടന്ന ഒന്നാം ദില്ലി യുദ്ധത്തിൽ മുഗളന്മാരെ പരാജയപ്പെടുത്തിയ ശക്തി ഏതായിരുന്നു? മറാത്ത സാമ്രാജ്യം. 1737-ൽ നടന്ന ഒന്നാം ദില്ലി യുദ്ധത്തിൽ മറാത്ത സാമ്രാജ്യം മുഗളന്മാരെ പരാജയപ്പെടുത്തി. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയും മറാത്ത ശക്തിയുടെ വളർച്ചയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അവരുടെ മേധാവിത്വവും വ്യക്തമാക്കുന്നു. നൽകിയിട്ടുള്ള പട്ടികയിലെ ആദ്യത്തെ പ്രസിഡൻസിയുടെ ഗവർണർ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്സ്. വാറൻ ഹേസ്റ്റിംഗ്സ് 1772-ൽ ബംഗാളിന്റെ ആദ്യ ഗവർണറായി നിയമിതനായി. പിന്നീട് റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം അദ്ദേഹം ബംഗാളിന്റെ ആദ്യ ഗവർണർ ജനറലായി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണപരമായ അടിത്തറ പാകിയതിൽ അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ട്. വാറൻ ഹേസ്റ്റിംഗ്സിന് ശേഷം പ്രസിഡൻസിയുടെ ഗവർണറായി ആരാണ് ചുമതലയേറ്റത്? സർ ജോൺ മക്ഫെർസൺ. വാറൻ ഹേസ്റ്റിംഗ്സ് രാജിവെച്ച് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയതിനെ തുടർന്ന് സർ ജോൺ മക്ഫെർസൺ 1785-ൽ താൽക്കാലികമായി ബംഗാളിന്റെ ഗവർണർ ജനറലായി ചുമതലയേറ്റു. അദ്ദേഹത്തിന് ശേഷം ലോർഡ് കോൺവാലിസ് സ്ഥിരം ഗവർണർ ജനറലായി നിയമിതനായി. 1786 മുതൽ 1793 വരെ പ്രസിഡൻസിയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ആരായിരുന്നു? ഏൽ കോൺവാലിസ്. ലോർഡ് കോൺവാലിസ് 1786 മുതൽ 1793 വരെ ബംഗാൾ ഗവർണർ ജനറലായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് സ്ഥിരം ഭൂനികുതി വ്യവസ്ഥ പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പിലാക്കിയത്. ഇന്ത്യൻ സിവിൽ സർവീസ്, പോലീസ് പരിഷ്കാരങ്ങൾ എന്നിവയ്ക്കും അദ്ദേഹം തുടക്കമിട്ടു. 1798 മുതൽ 1805 വരെ പ്രസിഡൻസിയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ആരായിരുന്നു? മാർക്വിസ് വെല്ലസ്ലി. ലോർഡ് വെല്ലസ്ലി 1798 മുതൽ 1805 വരെ ബംഗാൾ ഗവർണർ ജനറലായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വികാസത്തിന് കാരണമായ സൈനിക സബ്സിഡിയറി സഖ്യവ്യവസ്ഥ സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇദ്ദേഹമാണ് നടപ്പിലാക്കിയത്. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് നടന്നത്. 1786 മുതൽ 1793 വരെയും പിന്നീട് 1805-ലും രണ്ട് വ്യത്യസ്ത കാലയളവുകളിൽ പ്രസിഡൻസിയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? മാർക്വിസ് കോൺവാലിസ്. ലോർഡ് കോൺവാലിസ് 2 തവണ ബംഗാൾ ഗവർണർ ജനറലായി സേവനമനുഷ്ഠിച്ചു. ആദ്യത്തേത് 1786 മുതൽ 1793 വരെയും രണ്ടാമത്തേത് 1805-ലുമായിരുന്നു.
രണ്ടാമത്തെ നിയമനത്തിനു ശേഷം അധികം വൈകാതെ അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞു. കശ്യപ സംഹിത രചിച്ചത് ആര്? കശ്യപമുനി. ആയുർവേദത്തിലെ ഒരു പുരാതന ഗ്രന്ഥമാണ് കശ്യപ സംഹിത. ഇത് പ്രധാനമായും ശിശുരോഗ ചികിത്സയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കശ്യപമുനിയാണ് ഇതിന്റെ രചയിതാവായി അറിയപ്പെടുന്നത്. ആയുർവേദ പഠനത്തിൽ ഈ ഗ്രന്ഥത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആമുക്തമാല്യത രചിച്ചത് ആര്? കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്ത ഭരണാധികാരിയായ കൃഷ്ണദേവരായർ തെലുങ്ക് ഭാഷയിൽ രചിച്ച ഒരു ഇതിഹാസ കാവ്യമാണ് ആമുക്തമാല്യത. തെലുങ്ക് സാഹിത്യത്തിലെ ഒരു മാസ്റ്റർ പീസായി ഇത് കണക്കാക്കപ്പെടുന്നു. രാമായണ മഞ്ജരി രചിച്ചത് ആര്? ക്ഷേമേന്ദ്രൻ. 11ാം നൂറ്റാണ്ടിൽ കാശ്മീരിൽ ജീവിച്ചിരുന്ന പ്രശസ്ത സംസ്കൃത കവിയാണ് ക്ഷേമേന്ദ്രൻ. രാമായണത്തിന്റെ സംക്ഷിപ്ത രൂപത്തിലുള്ള കാവ്യവ്യാഖ്യാനമായ രാമായണ മഞ്ജരി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. സമയസാരം രചിച്ചത് ആര്? കുന്തകുന്ദൻ. 2ാം നൂറ്റാണ്ടിനും 5ാം നൂറ്റാണ്ടിനുമിടയിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ ജൈന ആചാര്യനാണ് കുന്തകുന്ദൻ. സമയസാരം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക ഗ്രന്ഥങ്ങളിലൊന്നാണ്. ഇത് ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തെയും മോക്ഷത്തിലേക്കുള്ള പാതയെയും കുറിച്ച് വിശദീകരിക്കുന്നു. താഴെ പറയുന്നവയിൽ കുന്തകുന്ദൻ രചിച്ച കൃതി ഏതാണ്? നിയമസാരം. കുന്തകുന്ദൻ ജൈനമതത്തിലെ ദിഗംബര പാരമ്പര്യത്തിലെ ഒരു പ്രധാന ആചാര്യനാണ്. നിയമസാരം അദ്ദേഹത്തിന്റെ ഒരു പ്രമുഖ കൃതിയാണ്. ഈ ഗ്രന്ഥം ജൈന സന്യാസിമാർക്കും ഗൃഹസ്ഥാശ്രമികൾക്കും വേണ്ടിയുള്ള ധാർമ്മിക നിയമങ്ങളെയും ആത്മീയ ചിട്ടകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. പഞ്ചാസ്തികായസാരം എന്ന കൃതിയുടെ രചയിതാവ് ആര്? കുന്തകുന്ദൻ. കുന്തകുന്ദൻ രചിച്ച പഞ്ചാസ്തികായസാരം ജൈന തത്വശാസ്ത്രത്തിലെ 6 ദ്രവ്യങ്ങളെയും അസ്ഥികായങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പ്രധാന ഗ്രന്ഥമാണ്. ജീവൻ, ഉദ്ഗലം, ധർമ്മം, അധർമ്മം, ആകാശം, കാലം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നു. ശിശുപാലവധം രചിച്ചത് ആര്? മാഗൻ. ശിശുപാലവധം എന്നത് സംസ്കൃത മഹാകാവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കൃതിയാണ്. 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാഗൻ രചിച്ച ഈ കാവ്യം ഭഗവദ്ഗീതയിലെ ശിശുപാലന്റെ വധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സംസ്കൃത സാഹിത്യത്തിലെ ബൃഹദത്രയിയിൽ 3 മഹത്തായ കാവ്യങ്ങൾ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. മത്തവിലാസപ്രഹസനം രചിച്ചത് ആര്? മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ രചിച്ച ഒരു സംസ്കൃത ഏകാംഗ നാടകമാണ് മത്തവിലാസപ്രഹസനം. 7ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ കൃതി അന്നത്തെ ബുദ്ധമത, കപാലിക വിശ്വാസങ്ങളെയും സാമൂഹിക ആചാരങ്ങളെയും പരിഹസിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ സാമൂഹിക മതപരമായ സാഹചര്യങ്ങളിലേക്ക് ഇത് വെളിച്ചം വീശുന്നു. മഹേന്ദ്രവർമ്മൻ ഒന്നാമന്റെ രചനയായി കരുതുന്ന നാടകം ഏതാണ്? ഭഗവദജ്ജുകം. ഭഗവദജ്ജുകം എന്ന ഹാസ്യനാടകവും പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മൻ ഒന്നാമന്റെ രചനയായി കണക്കാക്കപ്പെടുന്നു. ഒരു സന്യാസിയും വേശ്യയും തമ്മിലുള്ള ശരീരമാറ്റത്തെക്കുറിച്ചുള്ള കഥയാണ് ഇതിവൃത്തം. മത്തവിലാസപ്രഹസനം പോലെ തന്നെ ഈ നാടകവും അന്നത്തെ സാമൂഹിക ജീവിതത്തിലേക്കും തത്വചിന്താപരമായ സംവാദങ്ങളിലേക്കും ഉൾക്കാഴ്ച നൽകുന്നു. അയരേയ ബ്രാഹ്മണത്തിന്റെ പരമ്പരാഗത രചയിതാവ് ആര്? മഹിദാസ അയരേയൻ. ഋഗ്വേദവുമായി ബന്ധപ്പെട്ട ഒരു ബ്രാഹ്മണ ഗ്രന്ഥമാണ് അയരേയ ബ്രാഹ്മണം. വൈദിക യാഗങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്ന ഈ ഗ്രന്ഥത്തിന്റെ പരമ്പരാഗത രചയിതാവ് മഹിദാസ അയരേയനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വേദകാലഘട്ടത്തിലെ മതപരമായ ആചാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇത് സഹായകമാണ്. ഗണിതസാരസംഗ്രഹം രചിച്ചത് ആര്? മഹാവീരാചാര്യൻ. 9ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖ ജൈന ഗണിതശാസ്ത്രജ്ഞനായ മഹാവീരാചാര്യനാണ് ഗണിതസാരസംഗ്രഹം എന്ന കൃതിയുടെ രചയിതാവ്. അംഗഗണിതം, ജ്യാമിതി, ഭിന്നസംഖ്യകൾ, ശ്രേണികൾ തുടങ്ങിയ ഗണിതശാസ്ത്രത്തിലെ വിവിധ വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഗണിതശാസ്ത്ര ചരിത്രത്തിലെ ഒരു സുപ്രധാന രചനയാണിത്. ബൃഹദ്ദേശി രചിച്ചത് ആര്? മതംഗമുനി. വരദമുനിശേഷം ഇന്ത്യൻ സംഗീതശാസ്ത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പ്രധാന ഗ്രന്ഥമാണ് മതംഗമുനി രചിച്ച ബൃഹദ്ദേശി. 8-9 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ടതായി കരുതുന്ന ഈ ഗ്രന്ഥം രാഗം എന്ന ആശയത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു.
ഹിന്ദുസ്ഥാനി കർണാടക സംഗീത ശാഖകളുടെ അടിസ്ഥാനമായി ഇത് വർത്തിക്കുന്നു. ആലംഗീർനാമ രചിച്ചത് ആര്? മിർസ മുഹമ്മദ് കാസിം. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ഔദ്യോഗിക ജീവചരിത്രമാണ് ആലംഗീർനാമ. മിർസ മുഹമ്മദ് കാസിം രചിച്ച ഈ കൃതി ഔറംഗസേബിന്റെ ഭരണത്തിന്റെ ആദ്യ 10 വർഷങ്ങളിലെ സംഭവങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന പ്രാഥമിക സ്രോതസ്സാണിത്. മൂലമധ്യമാകാരിക രചിച്ചത് ആര്? നാഗാർജുനൻ. ബുദ്ധമത തത്വചിന്തയിലെ അതിപ്രധാനമായ ഒരു ഗ്രന്ഥമാണ് മൂലമധ്യമാകാരിക. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖ തത്വചിന്തകനായ നാഗാർജുനനാണ് ഈ കൃതിയുടെ രചയിതാവ്. മധ്യമിക വിഭാഗത്തിന്റെ ശൂന്യതാവാദ തത്വചിന്തയെ ഇത് വിശദീകരിക്കുന്നു. നാഗാർജുനന്റേതായി കരുതുന്ന ദാർശനിക ഗ്രന്ഥം ഏതാണ്? ശൂന്യതാസപ്തതി. നാഗാർജുനന്റെ ദാർശനിക സംഭാവനകളിൽ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് ശൂന്യതാസപ്തതി. ശൂന്യതയെക്കുറിച്ചുള്ള 70 ശ്ലോകങ്ങൾ. മധ്യമിക ബുദ്ധമതത്തിന്റെ കേന്ദ്ര തത്വമായ ശൂന്യതാവാദത്തെ ഇത് കൂടുതൽ വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ തത്വചിന്തയുടെ ആഴം മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥം സഹായിക്കുന്നു. വിഗ്രഹവ്യാവർത്തനി രചിച്ചത് ആര്? നാഗാർജുനൻ. വിഗ്രഹവ്യാവർത്തനി എന്നത് നാഗാർജുനൻ രചിച്ച മറ്റൊരു പ്രധാന ബുദ്ധമത ദാർശനിക ഗ്രന്ഥമാണ്. എതിർവാദങ്ങൾ ഖണ്ഡിക്കുന്നതിലും ശൂന്യതാവാദത്തിന്റെ യുക്തിയെ സ്ഥാപിക്കുന്നതിലും ഈ കൃതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നാഗാർജുനന്റെ തത്വചിന്താപരമായ വാദങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇത് സഹായകമാണ്. അഷ്ടാധ്യായി രചിച്ചത് ആര്? പാണിനി. പാണിനി 8-ാം നൂറ്റാണ്ടിൽ എഴുതിയ സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ് അഷ്ടാധ്യായി. ഇത് സംസ്കൃത വ്യാകരണത്തിന്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഭാഷാശാസ്ത്രത്തിന് ലോകത്തിന് നൽകിയ വലിയ സംഭാവനകളിൽ ഒന്നാണ്. യോഗസൂത്രങ്ങൾ രചിച്ചത് ആര്? പതഞ്ജലി. യോഗദർശനത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് പതഞ്ജലി രചിച്ച യോഗസൂത്രങ്ങൾ. ഇത് യോഗയുടെ തത്വങ്ങളെയും അഷ്ടാംഗ യോഗത്തെയും കുറിച്ച് വിശദീകരിക്കുന്നു. കൂടാതെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വഴികാട്ടുന്നു. പാണിനിയുടെ വ്യാകരണത്തിന് പതഞ്ജലി എഴുതിയ പ്രശസ്തമായ വ്യാഖ്യാനം ഏതാണ്? മഹാഭാഷ്യം. പാണിനിയുടെ അഷ്ടാധ്യായിക്ക് പതഞ്ജലി രചിച്ച ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് മഹാഭാഷ്യം. ഇത് സംസ്കൃത വ്യാകരണത്തെയും ഭാഷാശാസ്ത്രത്തെയും കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നു. കൂടാതെ ഭാരതീയ പണ്ഡിതന്മാർക്ക് ഇന്നും ഒരു പ്രധാന പഠന വിഷയമാണ്. ബൃഹത് പരാശര ഹോരാശാസ്ത്രം രചിച്ചത് ആര്? പരാശര മുനി. ഇന്ത്യൻ ജ്യോതിഷത്തിലെ വേദജ്യോതിഷം ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് ബൃഹത് പരാശര ഹോരാശാസ്ത്രം. പരാശര മുനി രചിച്ച ഈ കൃതി ജ്യോതിഷത്തിലെ തത്വങ്ങളെയും പ്രവചന രീതികളെയും കുറിച്ച് വിശദീകരിക്കുന്നു. ഇത് ഇന്നും പ്രസക്തമായ ഒരു റഫറൻസ് ഗ്രന്ഥമാണ്. വാട്ടദീപിക രചിച്ചത് ആര്? പരമേശ്വരൻ. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കേരളത്തിലെ പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതജ്ഞനുമായിരുന്ന പരമേശ്വരൻ രചിച്ച ഗ്രന്ഥമാണ് വാട്ടദീപിക. ഗോവിന്ദസ്വാമിയുടെ മഹാഭാസ്കരീയം എന്ന കൃതിയുടെ വ്യാഖ്യാനമാണിത്. പരമേശ്വരനുമായി ബന്ധപ്പെട്ട ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? കർമ്മദീപിക. കേരളീയ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന പരമേശ്വരൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് കർമ്മദീപിക. ഭാസ്കര ഒന്നാമന്റെ ആര്യഭടീയ ഭാഷ്യത്തെ ആസ്പദമാക്കിയാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. സിദ്ധാന്തദീപിക രചിച്ചത് ആര്? പരമേശ്വരൻ. കേരളത്തിലെ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതജ്ഞനുമായിരുന്ന പരമേശ്വരൻ രചിച്ച മറ്റൊരു പ്രധാന കൃതിയാണ് സിദ്ധാന്തദീപിക. ഇത് ഗണിതശാസ്ത്രത്തിലെയും ജ്യോതിശാസ്ത്രത്തിലെയും തത്വങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ്. ജ്യോതിശാസ്ത്രജ്ഞനായ പരമേശ്വരനുമായി ബന്ധപ്പെട്ട കൃതി ഏതാണ്? പരമേശ്വരി. പരമേശ്വരന്റെ ഗണിതശാസ്ത്രത്തിലെയും ജ്യോതിശാസ്ത്രത്തിലെയും സംഭാവനകളെ പ്രതിഫലിക്കുന്ന മറ്റൊരു പ്രധാന കൃതിയാണ് പരമേശ്വരി. ഇത് കേരളീയ ഗണിതശാസ്ത്രജ്ഞരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. കർപ്പൂരമഞ്ജരി രചിച്ചത് ആര്? രാജശേഖരൻ. പ്രശസ്ത സംസ്കൃത കവിയും നാടകകൃത്തുമായിരുന്ന രാജശേഖരൻ 9-ാം നൂറ്റാണ്ടിൽ രചിച്ച ഒരു സട്ടക വിഭാഗത്തിലുള്ള നാടകമാണ് കർപ്പൂരമഞ്ജരി. ഇത് ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു പ്രധാന നാടകമായി കണക്കാക്കപ്പെടുന്നു. ബാലരാമായണം എന്ന നാടകം രചിച്ചത് ആര്?
രാജശേഖരൻ. സംസ്കൃത നാടകകൃത്തായ രാജശേഖരൻ രചിച്ച മറ്റൊരു പ്രധാന കൃതിയാണ് ബാലരാമായണം. ഇത് രാമായണ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു ദീർഘനാടകമാണ്, കൂടാതെ ഇദ്ദേഹത്തിന്റെ സാഹിത്യ വൈദഗ്ധ്യത്തിന്റെ ഉദാഹരണമാണ്. കാവ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ഏത് താത്വിക ഗ്രന്ഥമാണ് രാജശേഖരന്റെ പേരിൽ അറിയപ്പെടുന്നത്? കാവ്യമീമാംസ. കാവ്യമീമാംസ എന്നത് കാവ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന ഗ്രന്ഥമാണ്. ഇത് 10ാം നൂറ്റാണ്ടിലെ പ്രമുഖ സംസ്കൃത കവിയും നിരൂപകനുമായ രാജശേഖരന്റെ രചനയായി കരുതപ്പെടുന്നു. കവിതാരചനയുടെ വിവിധ വശങ്ങളെയും കവിയുടെ ധർമ്മങ്ങളെയും കുറിച്ച് ഇത് വിശദീകരിക്കുന്നു. ബാലഭാരതം രചിച്ചത് ആര്? രാജശേഖരൻ. ബാലഭാരതം എന്ന സംസ്കൃത നാടകം രചിച്ചത് രാജശേഖരനാണ്. ഇത് മഹാഭാരതത്തിലെ കഥകളെ ആസ്പദമാക്കി എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. കഥാസരിത്സാഗരം രചിച്ചത് ആര്? സോമദേവൻ. 11ാം നൂറ്റാണ്ടിലെ കശ്മീരി ബ്രാഹ്മണനായ സോമദേവനാണ് കഥാസരിത്സാഗരം എന്ന വിശ്വവിഖ്യാതമായ കഥാസമാഹാരം രചിച്ചത്. ഇത് ഭാരതീയ സാഹിത്യത്തിലെ ഏറ്റവും വലിയ കഥാസമാഹാരങ്ങളിൽ ഒന്നാണ്. ഋഗ്വേദ പ്രാതിശാഖ്യം രചിച്ചത് ആര്? ശൗനകൻ. വേദകാലഘട്ടത്തിലെ പ്രമുഖ പണ്ഡിതനായ ശൗനകന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന വേദാന്തഗ്രന്ഥമാണ് ഋഗ്വേദ പ്രാതിശാഖ്യം. ഇത് ഋഗ്വേദ മന്ത്രങ്ങളുടെ ഉച്ചാരണം, വ്യാകരണപരമായ സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നു. വേദത്തിലെ ദേവതകളെക്കുറിച്ചുള്ള ഏത് ഗ്രന്ഥമാണ് ശൗനകന്റെ പേരിൽ അറിയപ്പെടുന്നത്? ബൃഹദ് ദേവത. ബൃഹദ് ദേവത എന്നത് വേദങ്ങളിലെ ദേവതകളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇത് ശൗനകൻ എന്ന മഹർഷിയുടെ രചനയായി കരുതപ്പെടുന്നു. നൈഷധീയചരിതം രചിച്ചത് ആര്? ശ്രീഹർഷൻ. 12ാം നൂറ്റാണ്ടിലെ പ്രമുഖ സംസ്കൃത കവിയായ ശ്രീഹർഷനാണ് നൈഷധീയചരിതം എന്ന മഹാകാവ്യം രചിച്ചത്. നളചരിതത്തിലെ കഥയെ അടിസ്ഥാനമാക്കി എഴുതിയ ഈ കാവ്യം സംസ്കൃത സാഹിത്യത്തിലെ മഹത്തായ 5 കാവ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മൃച്ഛടികം രചിച്ചത് ആര്? ശൂദ്രകൻ. മൃച്ഛടികം മൺവണ്ടി എന്ന പ്രശസ്തമായ സംസ്കൃത നാടകം രചിച്ചത് ശൂദ്രകൻ എന്ന നാടകകൃത്താണ്. ഇത് പുരാതന ഇന്ത്യൻ നാടകങ്ങളിൽ ഒരു പ്രധാന സ്ഥാനമുള്ള കൃതിയാണ്. സൂർസാഗർ രചിച്ചത് ആര്? സൂർദാസ്. ഭക്തിസാഹിത്യത്തിലെ പ്രമുഖനായ സൂർദാസ് ആണ് സൂർസാഗർ എന്ന ബൃഹത്തായ കാവ്യസമാഹാരം രചിച്ചത്. ഇത് ശ്രീകൃഷ്ണന്റെ ബാലലീലകളെയും ഭക്തിയെയും വർണ്ണിക്കുന്ന ആയിരക്കണക്കിന് ദോഹകൾ ഉൾക്കൊള്ളുന്നു. ഭക്തികവി സൂർദാസിന്റെ പേരിൽ അറിയപ്പെടുന്ന കൃതി ഏത്? സൂർ സരാവലി. സൂർ സരാവലി എന്നത് ഭക്തികവി സൂർദാസിന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. ഇത് ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയെയും ലീലകളെയും പ്രകീർത്തിക്കുന്ന പദസമുച്ചയങ്ങൾ ഉൾക്കൊള്ളുന്നു. സാഹിത്യരത്ന രചിച്ചത് ആര്? സൂർദാസ്. സാഹിത്യരത്ന എന്നത് സൂർദാസിന്റെ പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു പ്രധാന കൃതിയാണ്. അദ്ദേഹത്തിന്റെ ഭക്തിസാഹിത്യ രചനകളിൽ ഉൾപ്പെടുന്ന ഇത് ഭക്തിയും കാവ്യാത്മകതയും സമന്വയിപ്പിക്കുന്നു. സുശ്രുത സംഹിത ആര് രചിച്ചു? സുശ്രുതൻ. സുശ്രുത സംഹിത പുരാതന ഭാരതത്തിലെ ആയുർവേദ ശാസ്ത്രത്തിലെ ഒരു പ്രധാന ഗ്രന്ഥമാണ്. ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. സുശ്രുതൻ ഒരു മഹാനായ ശസ്ത്രക്രിയാ വിദഗ്ധനായി അറിയപ്പെടുന്നു. പാണ്ഡുരംഗ മാഹാത്മ്യം ആര് രചിച്ചു? തെനാലി രാമകൃഷ്ണൻ. പാണ്ഡുരംഗ മാഹാത്മ്യം തെലുങ്ക് സാഹിത്യത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ അഷ്ടദിഗ്ഗജങ്ങളിൽ ഒരാളായിരുന്ന തെനാലി രാമകൃഷ്ണനാണ് ഈ കൃതി രചിച്ചത്. ഭക്തനായ പാണ്ഡുരംഗന്റെ കഥയാണ് ഇതിലെ പ്രധാന വിഷയം. രാമചരിതമാനസ് ആര് രചിച്ചു? തുളസീദാസ്. രാമചരിതമാനസ് ഒരു ഇതിഹാസ കാവ്യമാണ്. ഇത് ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അവധി ഭാഷയിൽ തുളസീദാസ് രചിച്ച ഈ കാവ്യം രാമായണത്തിന്റെ കഥ ഭക്തിഭാവത്തോടെ അവതരിപ്പിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഇത് വളരെ പ്രചാരത്തിലുള്ള ഒരു ആത്മീയ ഗ്രന്ഥമാണ്. രാമായണം ആര് രചിച്ചു? വാൽമീകി. രാമായണം പുരാതന ഭാരതത്തിലെ 2 പ്രധാന സംസ്കൃത ഇതിഹാസങ്ങളിൽ ഒന്നാണ്.
ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായ ഇത് ശ്രീരാമന്റെ ജീവിതകഥയും ധർമ്മവും നീതിയും അവതരിപ്പിക്കുന്നു. വാൽമീകിയെ ആദികവിയെന്ന് വിശേഷിപ്പിക്കുന്നു. വാൽമീകി രചിച്ചതായി കണക്കാക്കപ്പെടുന്ന തത്വചിന്താ ഗ്രന്ഥം ഏതാണ്? യോഗവാസിഷ്ടം. യോഗവാസിഷ്ടം ഹിന്ദുമതത്തിലെ ഒരു പ്രധാനപ്പെട്ട തത്വചിന്താ ഗ്രന്ഥമാണ്. അദ്വൈത വേദാന്തത്തെ അടിസ്ഥാനമാക്കി രചിച്ച ഈ ഗ്രന്ഥം മോക്ഷമാർഗങ്ങളെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. ഇത് വാൽമീകി മഹർഷിയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ചില പണ്ഡിതന്മാർ ഇതിനെ ഒരു പിൽക്കാല രചനയായി കണക്കാക്കുന്നു. പഞ്ചസിദ്ധാന്തിക ആര് രചിച്ചു? വരാഹമിഹിരൻ. പഞ്ചസിദ്ധാന്തിക പ്രാചീന ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ്. വരാഹമിഹിരൻ രചിച്ച ഈ കൃതിയിൽ അന്നത്തെ നിലവിലുണ്ടായിരുന്ന 5 പ്രധാന ജ്യോതിശാസ്ത്ര സമ്പ്രദായങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഗുപ്തകാലഘട്ടത്തിലെ ശാസ്ത്രീയ പുരോഗതിയുടെ ഉത്തമ ഉദാഹരണമാണിത്. വരാഹമിഹിരൻ രചിച്ചതായി പറയപ്പെടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനകോശപരമായ കൃതി ഏതാണ്? ബൃഹത് സംഹിത. ബൃഹത് സംഹിത വരാഹമിഹിരൻ രചിച്ച ഒരു ബഹുമുഖ ഗ്രന്ഥമാണ്. ജ്യോതിശാസ്ത്രം, വാസ്തുവിദ്യ, രത്നശാസ്ത്രം, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ നിരവധി വിഷയങ്ങളെക്കുറിച്ച് ഈ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നു. ഇത് പുരാതന ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരുടെയും പണ്ഡിതന്മാരുടെയും അറിവിന്റെ വ്യാപ്തിക്ക് തെളിവാണ്. ജാതക ജ്യോതിഷത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ബൃഹത് ജാതകം ആര് രചിച്ചു? വരാഹമിഹിരൻ. ബൃഹത് ജാതകം വരാഹമിഹിരൻ രചിച്ച പ്രമുഖ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഹിന്ദുമതത്തിലെ ജ്യോതിഷത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ജാതക ജ്യോതിഷത്തിന്റെ തത്വങ്ങളും നിയമങ്ങളും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ആധികാരിക കൃതിയാണിത്. കാമസൂത്രം ആര് രചിച്ചു? വാത്സ്യായനൻ. കാമസൂത്രം വാത്സ്യായനൻ രചിച്ച പുരാതന ഇന്ത്യൻ സംസ്കൃത ഗ്രന്ഥമാണ്. ലൈംഗികത, സാമൂഹിക ജീവിതം, മാനുഷിക ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് കേവലം ലൈംഗിക ഗ്രന്ഥമെന്നതിലുപരി അന്നത്തെ സാമൂഹിക ജീവിതരീതികളെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കൃതി കൂടിയാണ്. ന്യായസൂത്രങ്ങളുടെ വാത്സ്യായനൻ രചിച്ച വ്യാഖ്യാനം ഏതാണ്? ന്യായസൂത്രഭാഷ്യം. ന്യായസൂത്രഭാഷ്യം മഹർഷി വാത്സ്യായനൻ ന്യായസൂത്രങ്ങൾക്ക് രചിച്ച ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥമാണ്. ഇത് ന്യായദർശനത്തിലെ അടിസ്ഥാന തത്വങ്ങളെയും തർക്കശാസ്ത്രത്തെയും വിശദമായി വിശകലനം ചെയ്യുന്നു. ഇന്ത്യൻ തത്വചിന്താ ചരിത്രത്തിലെ ഒരു നിർണായക കൃതിയാണിത്. മിതാക്ഷര രചിച്ചത് ആര്? വിജ്ഞാനേശ്വരൻ. വിജ്ഞാനേശ്വരൻ 11ാം നൂറ്റാണ്ടിലെ പ്രമുഖനായ നിയമജ്ഞനായിരുന്നു. യാജ്ഞവൽക്യ സ്മൃതിയുടെ ഒരു പ്രധാന വ്യാഖ്യാനമായ മിതാക്ഷര ഹിന്ദു നിയമശാസ്ത്രത്തിലെ ഒരു ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. ഇത് ദായക്രമം, സ്വത്തവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നു. ധവള രചിച്ചത് ആര്? വീരസേനൻ. 8ാം നൂറ്റാണ്ടിലെ ദിഗംബര ജൈനസന്യാസിയായ വീരസേനൻ രചിച്ച ധവള ജൈനസാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥമാണ്. ഷഡ്ഗണ്ഡാഗമ എന്ന ജൈനഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണിത്. ജൈന തത്വചിന്തയെക്കുറിച്ചുള്ള പഠനത്തിന് ഇത് വളരെ സഹായകമാണ്. മുദ്രാരാക്ഷസം രചിച്ചത് ആര്? വിശാഖദത്തൻ. വിശാഖദത്തൻ രചിച്ച ഒരു സംസ്കൃത നാടകമാണ് മുദ്രാരാക്ഷസം. ചന്ദ്രഗുപ്ത മൗര്യന്റെ അധികാരത്തിലേക്കുള്ള ആരോഹണവും നന്ദരാജവംശത്തിന്റെ പതനവും ഈ നാടകത്തിൽ ചിത്രീകരിക്കുന്നു. നായകനോ നായികയോ ഹാസ്യരംഗങ്ങളോ ഇല്ലാത്ത ചരിത്രപരമായ നാടകമാണിത്. വിശാഖദത്തന്റേതായി പറയപ്പെടുന്ന ചരിത്രപരമായ നാടകം ഏതാണ്? ദേവീചന്ദ്രഗുപ്തം. വിശാഖദത്തൻ രചിച്ചതായി കരുതപ്പെടുന്ന മറ്റൊരു സംസ്കൃത നാടകമാണ് ദേവീചന്ദ്രഗുപ്തം. ഇതിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെയും അദ്ദേഹത്തിന്റെ സഹോദരൻ രാമഗുപ്തന്റെയും കഥയാണ് ഈ നാടകത്തിൽ പ്രതിപാദിക്കുന്നത്. പഞ്ചതന്ത്രം രചിച്ചത് ആര്? വിഷ്ണു ശർമ്മ. വിഷ്ണു ശർമ്മ രചിച്ച പഞ്ചതന്ത്രം പുരാതന ഭാരതത്തിലെ പരസ്പരം ബന്ധിതമായ മൃഗകഥകളുടെ ഒരു ശേഖരമാണ്. ഇത് ലോകത്ത് ഏറ്റവുമധികം വിവർത്തനം ചെയ്യപ്പെട്ട സാഹിത്യകൃതികളിൽ ഒന്നാണ്. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾക്ക് ഇത് പ്രസിദ്ധമാണ്. മഹാഭാരതം രചിച്ചതായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? വ്യാസൻ. പുരാതന ഇന്ത്യയിലെ 2 പ്രധാന സംസ്കൃത ഇതിഹാസങ്ങളിൽ ഒന്നാണ് മഹാഭാരതം.
ഹിന്ദുധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നായ ഇത് വ്യാസൻ, വേദവ്യാസൻ രചിച്ചതായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്നു. വ്യാസൻ ഇതിഹാസത്തിലെ ഒരു പ്രധാന കഥാപാത്രവുമാണ്. ശതപഥ ബ്രാഹ്മണം എന്ന ഗ്രന്ഥത്തിന്റെ പരമ്പരാഗത രചയിതാവ് ആര്? യാജ്ഞവൽക്യൻ. വൈദികാനുഷ്ഠാനങ്ങളെയും അവയുടെ പ്രതീകാത്മകതയെയും കുറിച്ചുള്ള ഒരു വിപുലമായ ഗദ്യഗ്രന്ഥമാണ് ശതപഥ ബ്രാഹ്മണം. ശുക്ല യജുർവേദവുമായി ബന്ധപ്പെട്ട ഈ ഗ്രന്ഥം യാജ്ഞവൽക്യ മഹർഷി രചിച്ചതായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. ഇത് വൈദിക പഠനങ്ങൾക്ക് ഒരു പ്രധാന സ്രോതസ്സാണ്. ജലസേചനത്തിനായി കനാൽ നിർമ്മാണം ആരംഭിച്ച ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ ആരായിരുന്നു? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഡൽഹി സുൽത്താനത്തിലെ തുഗ്ലക്ക് രാജവംശ സ്ഥാപകനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇദ്ദേഹം ജലസേചന കനാലുകൾ നിർമ്മിച്ചു. ഇത് ഡൽഹി സുൽത്താനത്തിലെ കാർഷിക വികസനത്തിൽ ഒരു പ്രധാന ചുവടുവപ്പായിരുന്നു. ഗാസി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ ആരായിരുന്നു? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഗാസി മാലിക് എന്ന പേരിലാണ് സിംഹാസനത്തിലെത്തിയത്. ഗാസി എന്ന സ്ഥാനപ്പേര് അർത്ഥമാക്കുന്നത് വിശ്വാസത്തിനുവേണ്ടി പോരാടുന്ന യോദ്ധാവ് എന്നാണ്. മംഗോൾ ആക്രമണങ്ങളിൽ നിന്ന് ഡൽഹിയെ സംരക്ഷിക്കുന്നതിൽ ഇദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ജുനാ ഖാൻ. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹി സുൽത്താനത്തിലെ തുഗ്ലക്ക് രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹം ജുനാ ഖാൻ എന്ന പേരിലാണ് ജനിച്ചത്. ബുദ്ധിമാനും എന്നാൽ പലപ്പോഴും പരാജയപ്പെട്ടതുമായ പരീക്ഷണങ്ങൾ നടത്തിയ ഭരണാധികാരിയായി ഇദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് തുഗ്ലക്ക് സാമ്രാജ്യം എത്ര ഭരണപ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്നു? 23. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് തുഗ്ലക്ക് സാമ്രാജ്യം 23 ഭരണപ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഇത് സാമ്രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണം ഉറപ്പാക്കാൻ സഹായിച്ചു. ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെ ഭരിക്കാൻ വികേന്ദ്രീകൃതമായ ഒരു ഭരണസംവിധാനം അനിവാര്യമായിരുന്നു. ഡൽഹിയിലെ ഏത് സുൽത്താനാണ് വെള്ളി നാണയങ്ങൾക്ക് പകരം ചെമ്പ് ടോക്കൺ കറൻസി ഏർപ്പെടുത്തിയത്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി ചെമ്പ് ടോക്കൺ കറൻസി അവതരിപ്പിച്ചു. വെള്ളി നാണയങ്ങളുടെ ദൗർലഭ്യം പരിഹരിക്കാനും സാമ്പത്തിക ഭാരം കുറക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഈ നടപടി. എന്നാൽ വ്യാപകമായ കള്ളനോട്ട് നിർമ്മാണം കാരണം ഈ പരീക്ഷണം പരാജയപ്പെട്ടു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സ്ഥാപിച്ച കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ വകുപ്പ് ഏതാണ്? ദിവാനി അമീർ കോഹി. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ദിവാനി അമീർ കോഹി എന്നൊരു പ്രത്യേക വകുപ്പ് സ്ഥാപിച്ചു. ഈ വകുപ്പ് പുതിയ വിളകൾ നടുന്നതിനും കാർഷിക വികസനത്തിനും കർഷകർക്ക് വായ്പ നൽകുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് അന്നത്തെ കാർഷിക മേഖലയിലെ ഒരു പ്രധാന പരിഷ്കാരമായിരുന്നു. മൊറോക്കോ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത ആരുടെ ഭരണകാലത്താണ് ഡൽഹി സന്ദർശിച്ചത്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. പ്രശസ്ത മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്താണ് ഡൽഹി സന്ദർശിച്ചത്. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ ഏകദേശം 8 വർഷത്തോളം താമസിക്കുകയും ഡൽഹിയിലെ കാസിയായി ന്യായാധിപൻ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണം അന്നത്തെ ഇന്ത്യയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. അറബി ഭാഷയിൽ എഴുതിയ ഇബ്നു ബത്തൂത്തയുടെ യാത്രാവിവരണത്തിന്റെ പേരെന്തായിരുന്നു? കിതാബ് ഉൽ റിംല. ഇബ്നു ബത്തൂത്ത തന്റെ യാത്രാനുഭവങ്ങൾ കിതാബ് ഉൽ റിംല യാത്രകളുടെ പുസ്തകം എന്ന പേരിൽ അറബി ഭാഷയിൽ രേഖപ്പെടുത്തി. ഈ കൃതി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്തെ ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവസ്ഥകളെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നു. ഹൈന്ദവ ഉത്സവങ്ങളിൽ പ്രത്യേകിച്ച് ഹോളിയിൽ പങ്കെടുത്ത ഡൽഹി സുൽത്താൻ ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മതപരമായ സഹിഷ്ണുതയ്ക്ക് പേരുകേട്ട ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹം ഹോളി പോലുള്ള ഹൈന്ദവ ഉത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മതേതര കാഴ്ചപ്പാടുകളുടെയും ജനങ്ങളുമായുള്ള അടുപ്പത്തിന്റെയും സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് ദൗലത്താബാദ് തലസ്ഥാനം മാറ്റിയ ഡൽഹി സുൽത്താൻ ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് ദൗലത്താബാദ് മാറ്റാൻ തീരുമാനിച്ചു.
ഡൽഹിയുടെ ആക്രമണ സാധ്യതയും സാമ്രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മികച്ച നിയന്ത്രണം നേടാനുമുള്ള ലക്ഷ്യങ്ങളായിരുന്നു ഈ മാറ്റത്തിനു പിന്നിൽ. എന്നാൽ ഈ തീരുമാനം വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുകയും ഒടുവിൽ പരാജയപ്പെടുകയും ചെയ്തു. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ഏതു വർഷം? ആരുടെ ഭരണകാലത്തായിരുന്നു? 1336 AD-യിൽ ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്ത്. വിജയനഗര സാമ്രാജ്യം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ശക്തികേന്ദ്രമായിരുന്നു. ഹരിഹരനും ബുക്കനും ചേർന്ന് 1336-ൽ സ്ഥാപിച്ച ഈ സാമ്രാജ്യം ഡൽഹി സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്താണ് നിലവിൽ വന്നത്. തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള ഹംപിയായിരുന്നു ഇതിന്റെ തലസ്ഥാനം. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ മരണത്തെക്കുറിച്ച് രാജാവ് തന്റെ ജനങ്ങളിൽ നിന്നും ജനങ്ങൾ രാജാവിൽ നിന്നും മോചിതരായി എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരാണ്? അബ്ദുൽ ഖാദിർ ബദായുനി. ഡൽഹി സുൽത്താനേറ്റിലെ തുഗ്ലക്ക് രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയും ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അബ്ദുൽ ഖാദിർ ബദായുനി ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്. ഹിസാർ, ഫത്തേഹാബാദ്, ഫിറോസാബാദ്, ജൗൻപൂർ, ജൗന ഖാന്റെ സ്മരണയ്ക്കായി തുടങ്ങിയ നഗരങ്ങൾ സ്ഥാപിച്ച സുൽത്താൻ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്ക് ഡൽഹി സുൽത്താനേറ്റിലെ ഒരു പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു. നഗരനിർമ്മാണത്തിലും പൊതുമരാമത്ത് പ്രവർത്തനങ്ങളിലും അദ്ദേഹം വലിയ താൽപര്യം കാണിച്ചു. ജൗൻപൂർ നഗരം സ്ഥാപിച്ചത് തന്റെ മുൻഗാമിയായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ജൗന ഖാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല പേര് ഓർമ്മയ്ക്കായാണ്. ബ്രാഹ്മണരുടെ മേൽ ആദ്യമായി ജിസിയ തലവരി നികുതി ഏർപ്പെടുത്തിയ ഡൽഹി സുൽത്താൻ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ജിസിയ ഒരു ഇസ്ലാമിക ഭരണത്തിൽ മുസ്ലിം ഇതര പൗരന്മാരിൽ നിന്ന് ഈടാക്കുന്ന ഒരു നികുതിയായിരുന്നു. ഫിറോസ് ഷാ തുഗ്ലക്കിനു മുൻപ് ബ്രാഹ്മണരെ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അദ്ദേഹമാണ് ബ്രാഹ്മണരെയും ജിസിയയുടെ പരിധിയിൽ കൊണ്ടുവന്നത്. പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചതിന് ബഹുമതി ലഭിച്ച സുൽത്താൻ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്ക് തന്റെ ഭരണകാലത്ത് നിരവധി പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ നടത്തി. ജലസേചനം, നഗരനിർമ്മാണം, ആശുപത്രികൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായി അദ്ദേഹം ഒരു പ്രത്യേക പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു. ഹഖ്-ഇ-ഷർബ് എന്ന ജലസേചന നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്ക് കർഷകരുടെ ഉന്നമനത്തിനായി നിരവധി കനാലുകൾ നിർമ്മിച്ചു. ഈ കനാലുകളിലൂടെ ലഭിക്കുന്ന ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരിൽ നിന്ന് അദ്ദേഹം ഹഖ്-ഇ-ഷർബ് എന്ന പേരിൽ ജലസേചന നികുതി ഏർപ്പെടുത്തി. ഇത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങളിലെ ഒരു പ്രധാന പരിഷ്കാരമായിരുന്നു. ടോപ്രയിൽ നിന്നും മീററ്റിൽ നിന്നും 2 അശോക സ്തംഭങ്ങൾ ഡൽഹിയിലേക്ക് മാറ്റിയ സുൽത്താൻ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്ക് കലയിലും പുരാവസ്തുക്കളിലും താൽപ്പര്യമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം അശോകന്റെ 2 വലിയ ശിലാസ്തംഭങ്ങൾ ടോപ്രയിൽ നിന്നും ഇപ്പോൾ ഹരിയാനയിൽ, മീററ്റിൽ നിന്നും ഇപ്പോൾ ഉത്തർപ്രദേശിൽ, ഡൽഹിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിലെ ശ്രദ്ധേയമായ ഒരു നിർമ്മാണ പ്രവർത്തനമായിരുന്നു. ഡൽഹിയിലെ ഏത് സുൽത്താനാണ് സൈനിക സേവനങ്ങൾ പാരമ്പര്യമാക്കിയത്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സൈനിക സേവനങ്ങൾ പാരമ്പര്യമാക്കിയത്. സൈനികരുടെ സേവന കാലാവധിക്ക് ശേഷം അവരുടെ മക്കൾക്ക് ആ സ്ഥാനം ലഭിക്കാനുള്ള അവകാശം അദ്ദേഹം നൽകി. ഇത് സൈന്യത്തിന്റെ കാര്യക്ഷമതയെ ബാധിച്ച ഒരു പരിഷ്കാരമായി ചില ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. അടിമകളുടെ പരിചരണത്തിനായി ദിവാൻ-ഇ-ബന്ദഗാൻ എന്ന പ്രത്യേക വകുപ്പ് സ്ഥാപിച്ച സുൽത്താൻ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്കിന് ധാരാളം അടിമകളുണ്ടായിരുന്നു, ഏകദേശം 1,80,000-ഓളം. ഇവരുടെ ക്ഷേമവും പരിചരണവും ഉറപ്പാക്കാൻ അദ്ദേഹം ദിവാൻ-ഇ-ബന്ദഗാൻ എന്ന പേരിൽ ഒരു പ്രത്യേക വകുപ്പ് സ്ഥാപിച്ചു. അടിമകളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകിയ ചുരുക്കം ചില ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഫിറോസ് ഷാ തുഗ്ലക്ക് സ്ഥാപിച്ച ദാർ-ഉൽ ഷിഫ എന്തായിരുന്നു? ഒരു ചാരിറ്റി ആശുപത്രി. ദാർ-ഉൽ ഷിഫ എന്ന പേരിൽ ഒരു ചാരിറ്റി ആശുപത്രി ഫിറോസ് ഷാ തുഗ്ലക്ക് സ്ഥാപിച്ചു. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സൗജന്യമായി ചികിത്സ നൽകുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം.
ജനക്ഷേമപരമായ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഇത്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ആത്മകഥയുടെ പേരെന്തായിരുന്നു? ഫുതുഹത്-ഇ ഫിറോസ് ഷാഹി. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ആത്മകഥയാണ് ഫുതുഹത്-ഇ ഫിറോസ് ഷാഹി. ഇത് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളും ഭരണപരിഷ്കാരങ്ങളും വിശദീകരിക്കുന്നു. മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന രേഖയാണിത്. ചെമ്പും ഓടും ഉപയോഗിച്ച് നിർമ്മിച്ച അദ, ബിഗ് എന്നീ പേരുകളിലുള്ള നാണയങ്ങൾ പുറത്തിറക്കിയ സുൽത്താൻ ആരായിരുന്നു? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്ക് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി അദ, ബിഗ് തുടങ്ങിയ മിശ്രലോഹ നാണയങ്ങൾ അവതരിപ്പിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ നാണയവ്യവസ്ഥയിലെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു.